ഹൈക്കോടതി അമിക്കസ് ക്യൂറിയും വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ റെയിൽവേ കോടതിയിൽ സമാധാനം പറഞ്ഞോട്ടെ, അവർക്കൊരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളതാണെങ്കിൽ ഹൈക്കോടതിയുടെ മുമ്പിൽ പറയട്ടെ. ഇപ്പോഴും കണ്ണടച്ചിരുട്ടാക്കുകയാണ്, ഇനി ഇതിൽ കൂടുതൽ തെളിവ് വേണ്ടല്ലോ. പക്ഷെ ഇതല്ല സർക്കാർ റെയിൽവേയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര റെയിൽവേ മന്ത്രി ഇടപെടണം. കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ സംഘർഷം ഉണ്ടെങ്കിൽ അത് ഒത്തുതീർപ്പാക്കേണ്ടത് സർക്കാരല്ലേ? സർക്കാർ അവിടെ നോക്കുകുത്തിയായി നിന്നു. സംസ്ഥാനത്തുടനീളം ഈ മാലിന്യ നീക്കം സ്തംഭിച്ചു. അതിന്റെ ഭാഗമായി വ്യാപകമായി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണ്. എന്താ സർക്കാരിന്റെ ജോലി? ആരോഗ്യവകുപ്പ് ഇത് ഏതെങ്കിലും ഒരു വകുപ്പ് മാത്രം ചെയ്യേണ്ടതല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ഏകോപനമുണ്ടാകണം വകുപ്പുകൾ തമ്മിൽ. ആമയിഴഞ്ചാൻ തോട്ടിൽ ജോയി മുങ്ങി മരിക്കുന്നതുവരെ നമ്മുടെ തോടുകളിലെയും ആറുകളിലെയും മാലിന്യം നമുക്ക് പ്രശ്നമായിരുന്നില്ല. മാലിന്യ നിർമ്മാർജ്ജനം പ്രധാന ചുമതലയായ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അത് വേണ്ട വിധം നിർവഹിക്കാൻ കഴിയാത്തതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ്? സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമെങ്കിൽ മാലിന്യ നിർമ്മാർജ്ജനം എന്നാണ് നമ്മുടെ മുൻഗണനയിൽ വരിക? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളോടൊപ്പം അതിഥികളായി CPM കൗൺസിലർ അഡ്വക്കേറ്റ് അംശു വാമദേവൻ, കോൺഗ്രസ് നേതാവ് RV രാജേഷ്, മാധ്യമപ്രവർത്തകൻ K ഷാജി എന്നിവർ. ആദ്യം ഷാജിയിലേക്ക്. ഷാജി, ഈ ജോയിയുടെ മരണത്തിന് ശേഷം ഇന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി റെയിൽവേയെ കുറ്റപ്പെടുത്തുകയാണ്. കോടതി കാണുന്നുണ്ടല്ലോ, കോടതി അമിക്കസ് ക്യൂറി നിശ്ചയിക്കുമല്ലോ, അമിക്കസ് ക്യൂറി കണ്ടെത്തുമല്ലോ ആരാണ് കാരണക്കാരൻ എന്നൊക്കെ. അതായത് ജോയി മുങ്ങി മരിച്ച ആ ഇടം, ആ സ്ഥലം, അത് റെയിൽവേയുടേതാണോ സർക്കാരിൻ്റെതാണോ എന്നുള്ള തർക്കമാണ് ഇപ്പോഴും. അതിനപ്പുറം ജോയിയുടെ മൃതദേഹം കിട്ടിയിടത്തെ തോട് എന്ന് മാത്രമല്ല, സംസ്ഥാനത്തെമ്പാടും ഇത്തരം പൊതുജലാശയങ്ങളിലുള്ള മാലിന്യങ്ങളെക്കുറിച്ച് എല്ലാവരും മൗനം പാലിക്കുകയോ മറവി ഭാവിക്കുകയോ ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ആ രീതിയിലേക്ക് ചർച്ച പോകേണ്ടതല്ലേ? ഇതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് നമ്മളെ മൊത്തത്തിൽ, അത് സർക്കാരിൻ്റെ മാത്രമല്ല ജനങ്ങളുടെ മൊത്തത്തിൽ തന്നെയുള്ള പരിഗണനകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ വിഷയങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ ജോയിയെ മറക്കുന്നു, നമ്മൾ ഈ പ്രശ്നത്തെ തന്നെ മറന്നുകൊണ്ട് പോകുന്നു. ഇന്ന് വൈകുന്നേരം ഞാൻ നോക്കുമ്പോൾ റെയിൽവേയുടേതായിട്ടുള്ളൊരു വിശദീകരണ കുറിപ്പ് വന്നിട്ടുണ്ട്. അതിൽ റെയിൽവേ പറയുന്നത് ഏതാണ്ട് 117 മീറ്റർ ദൂരം മാത്രമേ റെയിൽവേയുടെ കീഴിൽ ഈ കനാൽ ആമയിഴഞ്ചാൻ തോട് പോകുന്നുള്ളൂ. ബാക്കി പ്രദേശം മുഴുവൻ ഇത് ഓണർഷിപ്പ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ജലസേചന വകുപ്പിൻ്റെ കയ്യിലാണ്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസും ഇതിനകത്തേക്ക് മാലിന്യങ്ങൾ വീഴുന്നുണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം കോർപ്പറേഷൻ്റെതാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു സ്വതന്ത്രമായി നോക്കിക്കാണുമ്പോൾ നമ്മൾ ഒരിക്കലും റെയിൽവേയുടെ ഉത്തരവാദിത്വമില്ല എന്ന് പറയുന്നില്ല. റെയിൽവേക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. കാരണം ഈ ദുരന്തം നടന്നിരിക്കുന്നത് റെയിൽവേയുടെ സ്ഥലത്താണ്. അതുപോലെ തന്നെ റെയിൽവേ കണ്ടെത്തിയ ഒരു കരാറുകാരൻ്റെ കീഴിൽ ജോലി ചെയ്തയാളാണ് ജോയി. അപ്പോൾ ആ ജോയിയുടെ മരണത്തിൽ ജോയിക്കിറക്കിയ അദ്ദേഹത്തെ അപകടത്തിലേക്ക് തള്ളിവിട്ട ഒരു സംവിധാനം എന്ന നിലയിൽ തീർച്ചയായിട്ടും റെയിൽവേക്ക് ഉത്തരവാദിത്വമുണ്ട്. ഒപ്പം തന്നെ ഈ ആമയിഴഞ്ചാൻ തോടിൻ്റെ ഈ റെയിൽവേ പറയുന്നത് പോലെ കേവലം 117 മീറ്റർ ദൂരത്തിന് അപ്പുറവും ഇപ്പുറവും ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ മൊത്തത്തിലുള്ള ഈ ആമയിഴഞ്ചാൻ തോടിൻ്റെ 1% താഴെ മാത്രമേ റെയിൽവേയുടെ കീഴിൽ വരുന്നുള്ളൂ. പക്ഷെ നമ്മൾ നോക്കിയാൽ ഇതിന് തുടക്കം തൊട്ട് ഒടുക്കം വരെ അങ്ങോളം ഇങ്ങോളം ഇതൊരു മാലിന്യ കൂമ്പാരമാണ്. ഇതിൽ വെള്ളം ഒഴുകുന്നില്ല, ഇത് കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഇപ്പം ജോയിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അത്യാധുനികമായ യന്ത്രങ്ങൾ വരുന്നു, സ്കൂബ ഡൈവേഴ്സ് വരുന്നു, മറ്റാളുകൾ വരുന്നു, വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നു, കുറേ മാലിന്യം അതിൻ്റെ ഭാഗമായിട്ട് നീക്കം ചെയ്യുന്നു. അപ്പോൾ യന്ത്ര സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, വിചാരിച്ചാൽ കിട്ടും. ഇപ്പം ഇവിടെ കാതലായ ഒരു ചോദ്യം, ഇനിയും ഒരു മനുഷ്യന് ഇതുപോലെ മാലിന്യ കൂമ്പാരങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യരെ ഇറക്കിയിട്ട് വേണോ ഇത് നീക്കം ചെയ്യാൻ? നമ്മൾ ഈ മാനുവൽ സ്കാവഞ്ചിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ, തോട്ടിപ്പടിയെക്കുറിച്ച് പറയുമ്പോൾ കേരളം ഒരു അപവാദമാണ്, കേരളം ഇതില്ല, നമ്പർ 1 കേരളത്തിൽ മാനുവൽ സ്കാവഞ്ചിങ് ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് നമ്മൾ. തകഴിയുടെ തോട്ടിയുടെ മകനൊക്കെ വായിച്ചിട്ട് നമ്മൾ പറയും ഏതോ കാലത്ത് നടന്നതാണെന്ന് പറയും. അതിൻ്റെ വലിയൊരു പുതിയ ആധുനിക കാലത്ത് വെറും 1500 രൂപയ്ക്ക് വേണ്ടി ഒരു മനുഷ്യൻ അയാളുടെ ജീവൻ പണയം വെച്ച് യാതൊരു തരത്തിലുള്ള പ്രൊട്ടക്ഷനും ഇല്ലാണ്ട് ഇറങ്ങിച്ചെന്നിട്ട് അയാളുടെ ജീവൻ കളഞ്ഞുകൊണ്ട് അയാൾ വരുത്തിവെച്ച് അയാൾ സ്വയം ആത്മാഹുതി ചെയ്തത്, അയാൾ തന്നെ കൊടുത്തത് ഈ കേരളത്തിൻ്റെ മുഖത്ത് നോക്കുന്ന വലിയൊരു ചോദ്യമാണ്, നമ്മുടെ മുന്നിൽ വലിയൊരു ചോദ്യമാണ്, നമ്മുടെ മനസാക്ഷിക്ക് നേരെ വരേണ്ട കാര്യമാണ്. നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കണം, ഇത് മാനുവൽ സ്കാവഞ്ചിങ് അല്ലേ? ഇത് തോട്ടിപ്പടിയല്ലേ? ഒരു മനുഷ്യന് ഒരു നഗരത്തിലെ ശക്തരുടെ അധികാരമുള്ളവരുടെ ഒക്കെ മാലിന്യത്തിലേക്ക് ഇറക്കി വിട്ട് അയാളെ മരണത്തിന് കൊടുത്തിട്ട് നമ്മളവിടെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരുടെ ഉത്തരവാദിത്വമാണ്? റെയിൽവേ പറയുന്നു ഞങ്ങളുടേതല്ല.
കോർപ്പറേഷൻ പറയുന്നു ഞങ്ങളുടേതല്ല, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പറയുന്നു അവരുടേതല്ല, മന്ത്രി പറയുന്നു ഇത് അങ്ങനെയൊന്നുമല്ല, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വേറെ ഒന്ന് പറയുന്നു. ഇങ്ങനെ തർക്കങ്ങളിലേക്ക് പോകാതെ വളരെ ഇൻഫോംഡ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, മാലിന്യത്തിന്റെ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യണം. ഇപ്പം ഇവിടെ മാത്രമല്ലല്ലോ, കുറച്ചു കാലം മുമ്പ് കോഴിക്കോടും ഇതുപോലെ മാൻഹോളിൽ ഇറങ്ങി മനുഷ്യൻ മരിച്ചൊരു അവസരം ഉണ്ടായിട്ടുണ്ട്, ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകൾ ഇല്ലാതാക്കാനും മാലിന്യത്തിൻ്റെ കാര്യത്തിൽ വിവേകത്തോടെ കർശനമായി സമഗ്രമായിട്ടുള്ള നടപടികൾ ഉണ്ടാകാനുള്ള ചർച്ചകളല്ലേ വേണ്ടത്. ആ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത്. ഇവിടെ രാഷ്ട്രീയമായി അല്ലെങ്കിൽ ഏതെങ്കിലും ഈഗോ ഉപയോഗിച്ചുകൊണ്ടുള്ള തർക്കങ്ങളല്ല വേണ്ടത്, മറിച്ച് വിദഗ്ധന്മാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കൃത്യമായി കാര്യങ്ങൾ പരിശോധിക്കണം. നമ്മൾ നോക്കുക, ഈ രാജ്യത്ത് ആദ്യമായി മാലിന്യ നിർമ്മാർജ്ജന സംവിധാനം നിലവിൽ വന്നിട്ടുള്ള നഗരങ്ങളിലൊന്ന് തിരുവനന്തപുരമാണ്. അത് മറ്റു പല നഗരങ്ങളിലും ഇത് കേട്ടിട്ട് പോലുമില്ല അതൊരു കാലഘട്ടത്തിൽ. പിന്നെ രാജഭരണകാലത്ത് ഈ വയലൊക്കെ തികത്തി ഈ തമ്പാനൂരിൽ ഇതുപോലെ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും ഒക്കെ വന്ന കാലത്ത് തന്നെ ഈ ആമയിഴഞ്ചാൻ തോടിനെയും സമീപത്തുള്ള മറ്റൊരു തോടിനെയൊക്കെ വിഭാവനം ചെയ്തത് ഈ പ്രദേശത്തേക്ക് വരുന്ന മഴവെള്ളത്തിന് കൃത്യമായി കടലിലെത്തിക്കാനുള്ള സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഓരോ മഴക്കാലത്തിനും 3 മാസം മുമ്പ് പഴയ കാലത്തെ തിരുവിതാംകൂർ ഭരണകൂടം പ്രത്യേക ഗസറ്റ് ഇറക്കി മഴക്കാലത്തിന് മുമ്പ് ഈ ആമയിഴഞ്ചാൽ തോട് ശുചീകരിച്ചതിൻ്റെയൊക്കെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ വലിയൊരു മാതൃക നമ്മുടെ മുന്നിലുണ്ട്. ആ മാതൃകയിൽ നമ്മൾ ഒരുപാട് പിന്നോക്കം പോയി, നമുക്ക് അലക്ഷ്യമുണ്ടായി. നമ്മളിവിടെ ചെയ്യേണ്ട ജോലി ഇതാരെങ്കിലും റെയിൽവേ മാത്രമാണ് കുറ്റക്കാരെന്നോ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ഭാഗത്താണ് മൊത്തം പ്രശ്നമൊന്നുമല്ല നമ്മൾ പറയുന്നത്. ഇത് കൂട്ടായി ചിന്തിക്കാനും കൂട്ടായി കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂട്ടായ ഒരു പരിഹാരത്തിലേക്ക് പോകാൻ എന്തുകൊണ്ടാണ് നമുക്ക് പറ്റാത്തത്? ഇപ്പം റെയിൽവേയുടെ ഭാഗത്ത് ഒരുപാട് കാലമായി കോർപ്പറേഷൻ പറയുന്ന കാര്യമുണ്ട്. കാരണം ഈ വളരെ ഇടുങ്ങിയ തോതിൽ റെയിൽവേയുടെ ഭാഗത്തോടെ 117 മീറ്ററിൽ പോകുന്ന പ്രദേശം കുറച്ചുകൂടി വിപുലീകരിക്കണം, എന്നാൽ മാത്രമേ അതിൽ നിന്ന് ക്ലീനിങ് കൃത്യമായിട്ട് നടത്താൻ പറ്റുള്ളൂ. അത്തരം കാര്യങ്ങളിൽ എന്താണ് സാധിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഈ ജോയിയോടുള്ള ആദര സൂചകമായി നമ്മൾ എഴുതി പരിഹാരങ്ങളെ കുറിച്ച് ചിന്തിക്കണം. അതിൽ റെയിൽവേ മുന്നോട്ട് വരണം, അതിനകത്ത് സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇറിഗേഷൻ വകുപ്പും എല്ലാം മുന്നോട്ട് വരണം. അല്ലാണ്ട് മാറി നിന്നുകൊണ്ട് പരസ്പരം പഴിചാരുന്നത് ഒരു പുരോഗമന സമൂഹം എന്ന നിലയിൽ നമുക്കിനി മുന്നോട്ട് പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ തോട്ടിപ്പടിയെ വേറൊരു തരത്തിൽ ഇവിടെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. 1500 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ ഇത്രയും വലിയൊരു മാലിന്യ കൂമ്പാരത്തിനുള്ളിൽ ഇറങ്ങി അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടുത്തി എന്ന് പറയുന്ന ഒറ്റ കാര്യം മതി ഈ കേരള സംസ്ഥാനത്തിന് ലജ്ജിച്ച് തലതാഴ്ത്താൻ വേണ്ടിയിട്ട്. ഇതുവരെ നമ്മൾ നോക്കുമ്പോൾ റെയിൽവേയുടെ പ്രസ്താവനയിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ആ മനുഷ്യന്റെ കുടുംബത്തിന് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കുന്നതിനെ കുറിച്ച് അതിനകത്ത് പറയുന്നില്ല. ഒപ്പം അതിൽ വളരെ ഒടുവിലായിട്ടെങ്കിലും ഒരു കാര്യം പറഞ്ഞ് നമ്മൾ സ്വാഗതാർഹമായി കാണുന്നു. ഈ പ്രശ്നത്തിൽ കോർപ്പറേഷനുമായിട്ടും സർക്കാരുമായിട്ടും സംസാരിക്കും, കൂട്ടായുള്ള പരിഹാരത്തിന് ശ്രമിക്കും എന്നുള്ളൊരു വാചകം നമ്മൾ കണ്ടപ്പോൾ അതെങ്കിലും ഒരു ചെറിയ വിജയമായിട്ട് നമ്മൾ കാണാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു ഗുണപരമായ രീതിയിലാണ് ഇതിനകത്ത് കാര്യങ്ങൾ ചർച്ച പോകേണ്ടത്. ഒരു ഗുണപരമായിട്ട് വേണം ഈ കാര്യങ്ങൾ തീരുമാനം ഉണ്ടാവേണ്ടത്. ഇനി മറ്റൊരു ജോയി ഉണ്ടാവരുത് എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒരു വലിയൊരു കാര്യം. ഒരു കാര്യം കൂടി പറയാം. നമ്മൾ നോക്കുക, കേരളം ഒരുപാട് കാലമായിട്ട് നമ്മളുണ്ടാക്കിയ ഒരു മാതൃകയുണ്ട്. അതൊരു വികേന്ദ്രീകൃതമായിട്ടുള്ള മാലിന്യ സംസ്കരണത്തിൻ്റെ ഒരു രീതിയാണ്. ഇപ്പോൾ നമ്മുടെ വീടുകളിലായാലും സ്ഥാപനങ്ങളിലായാലും ഉണ്ടാകുന്ന മാലിന്യത്തെ ഉറവിടത്തിൽ തന്നെ സെപ്പറേറ്റ് ചെയ്ത് പ്ലാസ്റ്റിക് മാലിന്യം വേറെ അല്ലാത്ത മാലിന്യം വേറെ എന്ന് വെച്ച് ആളുകൾ തന്നെ ഓരോ വീടുകളിൽ നിന്നും അതുപോലെ തന്നെ സമൂഹങ്ങളിൽ നിന്നും വാർഡുകളിൽ നിന്നും എല്ലാം വളരെ കൃത്യമായിട്ട് അങ്ങനെ സംവിധാനം കേരളത്തിലുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ആ സംവിധാനം തന്നെ മാറുന്ന അവസ്ഥയുണ്ട്. ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് തന്നെ ഓപ്പറേഷൻ എന്ത് എന്ന് പറഞ്ഞ് വളരെ കൃത്യമായിട്ടും വളരെ ശക്തമായിട്ടും വളരെ ഭംഗിയായിട്ടും മാലിന്യ നിർമ്മാർജ്ജനം ചെയ്തിരുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അന്ന് ആമയിഴഞ്ചാൻ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ എന്തുകൊണ്ട് പിന്നോട്ട് പോയി എന്നുള്ളത് നമ്മൾ നോക്കണം. ഇതെല്ലാം കൂടി ഒടുവിൽ വന്ന് ഇത് സ്വകാര്യവൽക്കരിക്കാനും മാലിന്യ നിർമ്മാർജ്ജനം സ്വകാര്യവൽക്കരിക്കുന്നതിനും സാധാരണക്കാരന് പണം കൊടുക്കാൻ നിർബന്ധരാകുന്ന ഒരു അവസ്ഥ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ജാഗ്രതയുമാണ് നമുക്ക് വേണ്ടത്. കാരണം ഇനി ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ സ്വകാര്യ വ്യക്തികളിലേക്ക് അല്ലെങ്കിൽ സ്വകാര്യ സംവിധാനങ്ങൾക്ക് അവർക്ക് ഭീമമായ ലാഭം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കേരളത്തിന്റെ മാലിന്യ നിർമ്മാർജ്ജനം പോകും. അത് പോകാതെ നോക്കണം എന്നുള്ളതാണ് പ്രസക്തമായ കാര്യം. ശ്രീ ആർ വി രാജേഷ്, ഇവിടെ ഒരു ദുരന്ത സമയത്ത് പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി എന്നായിരുന്നു ഇന്നലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ ആരോപണം. ഇന്ന് AR റഹീം MP ഉൾപ്പെടെയുള്ളവർ അത് തന്നെ ആവർത്തിക്കുകയാണ്. അതായത് ഇങ്ങനെയൊരു സമയത്ത് ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഉത്തരവാദി ആരെ എന്നൊരു ചോദ്യം ഉന്നയിക്കാൻ പാടില്ല എന്നാണ്. അതായത് ആ ചോദ്യം ഉന്നയിക്കേണ്ട സമയം അതല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഷാജി വിശദീകരിച്ച പോലെ പരസ്പരം പഴിചാരരുത് എന്ന് പറയുമ്പോൾ ഈ പരസ്പരം പഴിചാരുക എന്നുള്ളത് കൂട്ടുത്തരവാദിത്തമുള്ള ഒരു സംഭവത്തിലാണ്. യഥാർത്ഥത്തിൽ മാലിന്യ നിർമ്മാർജ്ജനം ആരുടെ ഉത്തരവാദിത്തമാണ്? തീർച്ചയായും പഞ്ചായത്ത് രാജ് ആക്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ചുകൊണ്ട്
മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. പിന്നെ ഈ ആക്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ നഗരപാലിക നിയമത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ ദുരന്ത നിവാരണ നിയമത്തെക്കുറിച്ചോ യാതൊരു ബോധ്യവും ഈ കോർപ്പറേഷൻ ഭരിക്കുന്ന ആളുകൾക്ക് ഇല്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാകുന്നത്. ഇവിടെ എന്ത് രാഷ്ട്രീയ മുതലെടുപ്പാണ് പ്രതിപക്ഷം നടത്തിയിട്ടുള്ളത്? പ്രതിപക്ഷം ഏതെങ്കിലും രീതിയിലേക്ക് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇവിടെ ശ്രീ ഷാജി പറഞ്ഞതുപോലെ ഇതിനകത്ത് ഈ സംഭവം നടന്നത് മുതൽ പരസ്പരം പഴിചാരുക, അങ്ങനെ പഴിചാരി രക്ഷപ്പെടുക എന്നുള്ള സമീപനമാണ് റെയിൽവേയും മന്ത്രിയും അതോടൊപ്പം തന്നെ കോർപ്പറേഷനും ഒക്കെ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം റെയിൽവേക്കാണ്. 140 മീറ്റർ റെയിൽവേയുടെ അടിയിൽ കൂടെ പോകുന്നു, അവിടെയാണ് മുഴുവൻ കുഴപ്പം. മേയർ പറയുന്നു അവിടെ ഏതാ കുപ്പി കണ്ടിട്ടുണ്ട്, റെയിൽ നീരിൻ്റെ കുപ്പി കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഈ മാലിന്യത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം റെയിൽവേക്കാണ്. ആയിക്കോട്ടെ, പക്ഷേ ഈ ദുരന്തത്തിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവൻ, നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കുന്ന മാലിന്യം, ആ മാലിന്യം പ്രോപ്പറായി കൈകാര്യം ചെയ്യാത്തതിൻ്റെ ഫലമായി ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഈ 2 ദിവസം ഇവിടെ ഈ നഗരത്തിലെ സംവിധാനങ്ങൾ, ദുരന്ത നിവാരണ സംവിധാനങ്ങൾ, കളക്ടർ, കോർപ്പറേഷൻ ഇവരെല്ലാം ഒരു 4-5 JCBകൾ, അതോടൊപ്പം തന്നെ 7-8 ടിപ്പറുകൾ, 10-300 തൊഴിലാളികൾ ഈ സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ഈ മാലിന്യം നീക്കം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തുള്ള മാലിന്യം മാത്രം നീക്കം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വളരെ ചെറിയ ഭാഗം മാത്രമാണ് നമുക്ക് നീക്കം ചെയ്യാൻ. അവിടെയാണ് ഈ സംവിധാനങ്ങൾ, സർക്കാർ സംവിധാനം അല്ലെങ്കിൽ റെയിൽവേയോ ആര് നിയോഗിച്ച് 3 തൊഴിലാളികളെ യാതൊരു സുരക്ഷാ സംവിധാനവും ഇല്ലാതെ ഈ മാലിന്യം നീക്കാൻ നിയോഗിച്ചിരിക്കുന്നു. ഈ ആളുകളെ നമ്മൾ എന്താ പറയേണ്ടത്? ഇവരോട് പുച്ഛം മാത്രമല്ലേ പറയും. ഇവരോട് ഇത്ര ഈ നഗരത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മൾ ഇവരെ എന്ത് കാര്യത്തിലാണ് ഇവരെ വിശ്വസിക്കേണ്ടത്? അപ്പോൾ ഇത്തരം രീതിയിലേക്കുള്ള ഏറ്റവും നിരുത്തരവാദപരമായ ഒരു സമീപനമല്ലേ കോർപ്പറേഷൻ ആയാലും റെയിൽവേ ആയാലും സർക്കാരായാലും എടുത്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ പ്രൈം ലയബിലിറ്റി എന്ന് പറയുന്നത് ഈ നഗരത്തിലെ ജീവിക്കുന്ന ആളുകളിൽ നിന്ന് ടാക്സ് വാങ്ങുന്ന ആരാ? ബിൽഡിംഗ് ടാക്സ് പിരിക്കുന്നത് ആരാ? കോർപ്പറേഷനല്ലേ. ആ കോർപ്പറേഷന് മാലിന്യ നിർമ്മാർജ്ജനത്തിന് യാതൊരു പങ്കുമില്ല. ഇത് റെയിൽവേയുടെ ഭാഗം വരുമ്പോൾ റെയിൽവേ ചെയ്യട്ടെ, അതല്ലെങ്കിൽ അപ്പുറത്തെ കൗൺസിലറുടെ ഭാഗം വരുമ്പോൾ അപ്പുറത്തെ കൗൺസിലർ ചെയ്യട്ടെ, മറ്റാരെങ്കിലും ചെയ്യട്ടെ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഇവിടെ നമുക്കറിയാം, തിരുവനന്തപുരത്ത് ഈ നഗരത്തിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ വിളപ്പിശാലയുടെ ചവർ ഫാക്ടറി ആരംഭിച്ചു. ഇതിനകത്ത് നമ്മൾ ഈ ആലോചിക്കേണ്ടത് എല്ലാ കാലഘട്ടങ്ങളിലും ഈ 40 വർഷമായി കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇടതുമുന്നണിയാണ്, CPM ആണ്. ഈ കോർപ്പറേഷൻ ഭരിക്കുന്ന കാലഘട്ടങ്ങളിലുള്ള ഇപ്പോഴാണ് നമ്മൾ ഈ മാലിന്യത്തിൽ നിന്ന് പണം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. മാലിന്യം നമുക്ക് വിൽക്കുന്നത്, അതിലൂടെ പണം ഉണ്ടാകാൻ കഴിയുന്നു എന്നൊക്കെയുള്ള ഒരു രീതിയിൽ. പക്ഷേ ഇത് ആദ്യം കണ്ടുപിടിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ച CPM ആണ്. അവർ ചെയ്തിട്ടുള്ളത് ഇവിടെ ഓരോരോ പ്ലാന്റ് സ്ഥാപിക്കുന്നു. ഒരു ഗ്രാമത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഒരു മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കുന്നു. പക്ഷെ അവിടെ യാതൊരു രീതിയിലുള്ള മാലിന്യ നിർമ്മാർജ്ജനവും നടക്കുന്നില്ല, വേസ്റ്റ് മാനേജ്മെന്റ് നടക്കുന്നില്ല. നഗരത്തിലെ മാലിന്യം മുഴുവൻ വിളപ്പിശാല എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി തട്ടുന്നു. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഒരു സഖി ഇട്ടപ്പോൾ അവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ, ജനങ്ങൾക്ക് കുടിവെള്ളമില്ലാത്ത സാഹചര്യം വന്നപ്പോൾ, അവർക്ക് ആഹാരം കഴിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ, അവിടെയുള്ള സ്ത്രീകൾ, കുട്ടികൾക്ക് അവരെ വിവാഹം കഴിച്ചയക്കാൻ പോലും വരാത്ത ഒരു രീതിയിലേക്ക് എത്തപ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾ പ്രതിഷേധവുമായി ഇറങ്ങി. അവരുടെ പ്രതിഷേധത്തിന്റെ ഫലമായി വിളപ്പിശാലയിലെ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് പൂട്ടാൻ വേണ്ടി തീരുമാനമെടുത്തു. അപ്പോൾ അടുത്ത പദ്ധതികൾ ഇവിടെ കിച്ചൺ ബിൻ എന്ന് പറയുന്ന പദ്ധതി, അതോടൊപ്പം തന്നെ ഇതുപോലുള്ള തുമ്പൂർ മോഡൽ പദ്ധതി. ഒരു വലിയ നഗരത്തിൽ വരുന്ന മാലിന്യങ്ങൾ അത് സംസ്കരിക്കാൻ വേണ്ടി തുമ്പൂർ മോഡൽ എന്ന് പറഞ്ഞ 1-2 വീട്ടിൽ മാത്രം സ്ഥാപിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള കുറച്ച് മാലിന്യങ്ങൾ ഒരു സ്ഥലത്ത് കൊണ്ട് ഇടുക, അത് താനെ അഴുകി പോവുക എന്നൊക്കെയുള്ള കൺസെപ്റ്റോടുകൂടി ഇതിനു വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുകയാണ്. ഇത് കൃത്യമായി നമുക്ക് നിരീക്ഷിച്ചാൽ ഇതിൽ വലിയ അഴിമതിയാണ് നടക്കുന്നത്. ഈ മാലിന്യ നിർമ്മാർജ്ജനം എന്നുള്ള കാര്യത്തിൽ ഇതിലൂടെ ഈ അങ്ങ് പറഞ്ഞു വരുന്നത് ഇപ്പൊ തിരുവനന്തപുരത്ത്, ഇപ്പൊ കൊച്ചിയിലെയും കോഴിക്കോട്ടെയും അവിടെ നിന്ന് വ്യത്യസ്തമായി തിരുവനന്തപുരത്ത് മറ്റൊരു രീതിയിലാണ് മാലിന്യ സംസ്കരണം, കുറെ കൂടി വികേന്ദ്രീകൃതമാണ് എന്നാണ് കോർപ്പറേഷൻ പറയാറുള്ളത്. പ്രത്യേകിച്ചും VK പ്രശാന്ത് മേയറായിരുന്ന കാലത്ത് തുടങ്ങി വെച്ച പദ്ധതികൾ. അപ്പൊ ആ പദ്ധതി തന്നെ പരാജയം, അത് അഴിമതിയാണെന്നാണ് അങ്ങ് പറയുന്നത്. തീർച്ചയായും ഈ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ട വികേന്ദ്രീകരണ മാലിന്യ സംസ്കരണം തന്നെയാണ് നടപ്പാക്കേണ്ടത്. പക്ഷേ ഇവിടെ എന്താണ് ഈ വികേന്ദ്രീകരണ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് ക്രിയാത്മകമായി അല്ലെങ്കിൽ യാതൊരു പഠനവും നടത്താതെ കുറച്ച് ആളുകൾക്ക്, കുറച്ച് കരാറുകാർക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലേക്കുള്ള പദ്ധതികൾ നടപ്പാക്കുന്നു. അതിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു. നിങ്ങൾ കോർപ്പറേഷൻ ഓഫീസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് വാഹനങ്ങൾ തുരുമ്പെടുത്ത് കിടക്കുന്നതാണ്. ഏതെങ്കിലും ഫണ്ട് വരുമ്പോൾ കുറേ വാഹനങ്ങൾ വാങ്ങിയിടുന്നു, ഇതുപോലൊരു പദ്ധതി പ്രഖ്യാപിക്കുന്നു, കുറേ സാധനങ്ങൾ വിതരണം ചെയ്യുന്നു. അത് നിലവാരമില്ലാത്ത സാധനങ്ങൾ, അതിനൊരു പഠനം നടത്തുന്നില്ല. ഇപ്പൊ തുമ്പൂർ മോഡൽ മതിയാക്കിയോന്ന് അറിയില്ല. അപ്പൊ ഇതുകൊണ്ട് ഒരു നഗരത്തിലെ മുഴുവൻ അങ്ങ് അവിടെ താമസിക്കുന്ന ഒരാളാണെന്നാണ്.
ഈ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഈ തീർച്ചയായും. ആമേഴഞ്ചാൻ തോട്ടിലെ ആ ഉദാഹരണം തന്നെ എടുക്കുക. ആ മാലിന്യം എങ്ങനെ അവിടെ വന്നു? അത് നാട്ടുകാർ കൊണ്ടുപോയി അവിടെ നിക്ഷേപിക്കുന്നതാണോ, അതല്ല സർക്കാർ ആക്ഷേപിക്കുന്ന പോലെ, കോർപ്പറേഷൻ ആക്ഷേപിക്കുന്ന പോലെ റെയിൽവേ ഡംപ് ചെയ്യുന്ന മാലിന്യമാണ്? എങ്ങനെയാണ് ആ മാലിന്യം അവിടെ വരുന്നത്? ഇതിനകത്ത് എല്ലാം ഉണ്ട്. ഇതിനകത്ത് ആളുകൾ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന മാലിന്യമുണ്ട്, റെയിൽവേയുടെ മാലിന്യമുണ്ട്, ഈ കോർപ്പറേഷൻ ക്രിയാത്മകമായി ഇടപെടാത്തതിന്റെ ഫലമായി അവിടെ ഉണ്ടാകുന്ന മാലിന്യങ്ങളുണ്ട്, ഇത് കോർപ്പറേഷൻ സംസ്കരിക്കേണ്ട മാലിന്യങ്ങളുണ്ട്. ഇവിടെ നമ്മൾ വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കുന്നു എന്നാണ് പദ്ധതി ആവിഷ്കരിച്ചു. ഇപ്പോഴും 1,00,000 വീടുകൾ അതിന് പുറത്താണ്. ഇവർ എവിടേക്കാണ് മാലിന്യം തള്ളുന്നത്? നമ്മൾ വലിയ ശക്തമായ നടപടികൾ എടുക്കുന്നു എന്ന് പറയുന്നു. ഈ മാലിന്യം തള്ളുന്ന ആളുകളെ അവർക്കെതിരായി നടപടിയെടുക്കാൻ വേണ്ടി അധികാരമുള്ള കോർപ്പറേഷൻ ഉണ്ട്. ആ അധികാരം അവർ വിനിയോഗിക്കുന്നുണ്ടോ? ഇവിടെ അടുത്ത സമയത്ത് ഏതോ ഒരു ഉദ്യോഗസ്ഥൻ കുറെ മാലിന്യം തള്ളിയ ചില ആളുകളെ വാഹനം കസ്റ്റഡി എടുത്തപ്പോൾ അത് വിട്ടുകൊടുക്കാൻ വേണ്ടി ഇടപെട്ടതിൽ ജനപ്രതിനിധികളും അല്ലെങ്കിൽ CPM നേതാക്കന്മാരും ഉണ്ട് എന്നുള്ള വാർത്തകൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലാണ് ഇവിടെ ശക്തമായ ഇടപെടൽ നടത്താൻ വേണ്ടിയുള്ള ഉദ്യോഗസ്ഥ സംവിധാനങ്ങളില്ല. ഈ കോർപ്പറേഷൻ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നില്ല. എങ്കിൽ മാത്രമല്ലേ ആളുകൾ മാലിന്യം ഇത്തരം ജലാശയങ്ങൾ നിക്ഷേപിക്കാതിരിക്കുകയുള്ളൂ. ഇവിടെ കൃത്യമായി ക്യാമറ സ്ഥാപിക്കാനും, നമുക്ക് നഗരത്തിലൊക്കെ വലിയ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഏതെങ്കിലും അത്യാഘാതം നടന്നാൽ ആ ക്യാമറയിൽ ഇതൊന്നും കാണില്ല. നമ്മൾ കൃത്യമായി പറയാം. ഇപ്പോൾ കോർപ്പറേഷൻ പല സ്ഥലങ്ങളിലും ക്യാമറ സ്ഥാപിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? മാലിന്യം തള്ളുന്ന ആളുകളെ പിടികൂടാൻ വേണ്ടി. എത്ര ആളുകളെ പിടികൂടി? നമ്മളിപ്പോൾ ഈ ജോയിയുടെ മൃതദേഹം കിട്ടിയ ഭാഗമുണ്ടല്ലോ, ഇവിടെ നിന്ന് ഈ അദ്ദേഹത്തെ കാണാതായിരുന്നു 1 കിലോമീറ്റർ അപ്പുറത്ത്. അവിടെ ഇങ്ങനെ മാലിന്യ മലയായി കിടക്കുകയാണ്. ഈ ജലവാഹിനിയിലൂടെ അല്ലെങ്കിൽ ഈ ആമയഞ്ചാൻ തോട്ടിൽ ഇത്രയധികം ഒരു ടൺ കണക്കിന് മാലിന്യം അടിഞ്ഞു കിടക്കുകയാണ്. അതിന് ചുറ്റും കച്ചവട സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ മുഴുവൻ ഇവിടേക്കാണ് നിക്ഷേപിക്കുന്നത്. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് നോട്ടീസ് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? കോർപ്പറേഷൻ ആർക്കെങ്കിലും ഇതിന് നടപടി എടുത്തിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇത്രയും മാലിന്യം ഇവിടെ വന്നിട്ടുള്ളത്? അത് പരിശോധിക്കാനും അതിൽ ഉത്തരവാദികളുള്ള ആളുകൾക്കെതിരായി നടപടിയെടുക്കാനും ഏതെങ്കിലും രീതിയിൽ. ഇപ്പോൾ എല്ലാം പറഞ്ഞു റെയിൽവേക്ക് ഞങ്ങൾ കത്ത് കൊടുത്തു. ഞാൻ ഒരു മിനിറ്റ്, റെയിൽവേ നടപടി എടുത്തിട്ടില്ല, റെയിൽവേക്ക് ഉദാസീനതയുണ്ട്, ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. നമുക്കറിയാം 2016 ദുരന്ത നിവാരണ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കത്ത് കൊടുത്താൽ അതിനകത്ത് ആ സ്ഥാപനം ഇടപെട്ടിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ അവർ ഉത്തരവാദിത്ത രാഹിത്യം കാണിച്ചിട്ടുണ്ട് എങ്കിൽ അവർക്കെതിരായി നടപടിയെടുക്കാൻ കളക്ടർക്കും ചീഫ് സെക്രട്ടറിക്കും ഗവൺമെന്റിനും അധികാരമുണ്ട്. അങ്ങനെ ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ അതിനെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും മാത്രമേ ചോദ്യം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അല്ലെങ്കിൽ ഇവിടെ റെയിൽവേ സഹകരിച്ചില്ലെങ്കിൽ അവർക്ക് ദുരന്ത നിവാരണ നിയമം അനുസരിച്ചുള്ള നടപടി എടുത്തിരുന്നുവെങ്കിൽ ഇതിനു മുമ്പേ പ്രശ്നം പരിഹരിക്കുമായിരുന്നല്ലോ. പിന്നെ നേരത്തെ UDF ഗവൺമെന്റ് കാലഘട്ടത്തിലാണ് ഇവിടെ ഓപ്പറേഷൻ അനന്ത നടപ്പാക്കിയത്. അന്നത്തെ ചീഫ് സെക്രട്ടറി, കളക്ടർ ഇവരെല്ലാം നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പാക്കാൻ വേണ്ടി തീരുമാനമെടുക്കുകയും അന്ന് എൻക്രോച്ച്മെന്റുകൾ ഒഴിപ്പിച്ചു, ഓടയുടെ വീതി കൂട്ടി. തിരുവനന്തപുരത്ത് വന്നിറങ്ങിയ ആളുകൾക്കറിയാം, ഒരു മഴ പെയ്താൽ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് മുഴുവൻ വെള്ളത്തിലാണ്, റെയിൽവേ സ്റ്റേഷൻ വെള്ളത്തിലാണ്, പഴവങ്ങാടി വെള്ളത്തിലാണ്. ഇപ്പൊ ആ സ്ഥിതിക്ക് മാറ്റം എന്തെങ്കിലും ഓപ്പറേഷൻ അനന്തയിലൂടെ അവിടെ എൻക്രോച്ച്മെന്റ് ഒഴിപ്പിച്ചു, അവിടെ ഈ തോടിന്റെ വീതി കൂട്ടി, മാലിന്യം നീക്കം ചെയ്തു. അന്ന് ആദ്യമായിട്ടാണ് റെയിൽവേയുടെ അടിയിൽ ടൺ കണക്കിന് മാലിന്യം അവിടെ മണ്ണടക്കം അടിഞ്ഞുകൂടിയിരുന്ന് മുഴുവൻ നീക്കം ചെയ്ത് വൃത്തിയാക്കി അതിലൂടെ സുഖമായി ജലം ഒഴുകാനുള്ള സൗകര്യം ഉണ്ടായപ്പോൾ മാത്രമാണ് തമ്പാനൂരിലെ വെള്ളക്കെട്ടിന് പരിഹാരമായത്, അതോടൊപ്പം തന്നെ ഈസ്റ്റ് ഫോർട്ടിലെ വെള്ളക്കെട്ടിന് പരിഹാരമായത്. അങ്ങനെ അതിന്റെ 2ാം ഘട്ടം നടപ്പാക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ അത് വേണ്ട എന്ന് വെച്ചത്? എന്താ അന്ന് മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ള അന്നത്തെ ജനപ്രതിനിധിയായിരുന്ന ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരടക്കം പറഞ്ഞു ഞങ്ങൾ വേറെ പദ്ധതിയാണ് നടപ്പാക്കാൻ പോകുന്നത്. ഒരു പദ്ധതിയും നടപ്പാക്കിയിട്ടില്ല. ഇത് വിജയകരമായി, ഇത് ഗവൺമെന്റ് എന്ന് പറയുന്നത് തുടർച്ചയല്ലേ? ശ്രീ ജിജി തോംസൺ പറഞ്ഞല്ലോ, ഒരു ഗവൺമെന്റ് തുടങ്ങി വെച്ച കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണെങ്കിൽ അത് തുടരാൻ വേണ്ടി അടുത്ത ഗവൺമെന്റിന് ബാധ്യതയില്ലേ, ഉത്തരവാദിത്വമില്ലേ? ജനങ്ങളോടാണല്ലോ പരമമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇത് ജനങ്ങളോട് യാതൊരു താല്പര്യമില്ലാതെ അല്ലെങ്കിൽ ഈ നഗരത്തോട് താല്പര്യമില്ലാത്ത ആളുകൾ അധികാരത്തിൽ വന്നാൽ ഇവർ ഇത്തരം പദ്ധതികളെ അട്ടിമറിക്കുകയും പുതിയ പദ്ധതികളുടെ പേരിൽ പണമുണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയും. എത്ര കോടി രൂപയാണ് ഈ ആമയഞ്ചാൻ തോട്ടിനൊക്കെ വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്? അന്ന് ചെലവഴിച്ച 25 കോടി രൂപ അത് ഫലപ്രദമായി. അതുകൊണ്ട് തന്നെയാണ് ഓടകളുടെ വീതി കൂടിയത്. നോക്കിയാൽ അങ്ങനെ ഒരു ഭരണാനുമതി കിട്ടിയ ആ തുക ചെലവഴിച്ചിട്ടില്ല, ഫണ്ടില്ലാത്തതുകൊണ്ട് ആ പ്രവർത്തനം മുന്നോട്ട് പോയില്ല എന്നാണ് നിയമസഭയിൽ കൊടുത്ത മറുപടി. അല്ലല്ല അതിനുവേണ്ടി 25 കോടി രൂപ അനുവദിക്കുകയും അത് ചെലവഴിക്കുകയും അങ്ങനെ ചെലവഴിച്ചതിന്റെ ഫലമായിട്ടാണ് തിരുവനന്തപുരത്തെ ഓടകളുടെ വീതി കൂടിയത്, എൻക്രോച്ച്മെന്റുകൾ ഒഴിപ്പിച്ചത്. എല്ലാ പ്രദേശത്തും അന്ന് ഓപ്പറേഷൻ അനന്ത വിജയകരമായി ഈ സർക്കാരിന്റെ കാലത്ത് 2022 ആവിഷ്കരിച്ചൊരു പദ്ധതി ഞാൻ വരാം അങ്ങയിലേക്ക് വരാം. അഡ്വക്കേറ്റ് അംശു വാമദേവൻ, ഈ നിയമസഭയിൽ PK ബഷീർ MLA ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടിയായിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കൊടുത്ത ഒരു മറുപടിയുണ്ട്. ആ മറുപടിയിൽ പറയുന്നത് 25 കോടിയുടെ പദ്ധതി ആമയിഴഞ്ചാൻ തോട് ഉൾപ്പെടെയുള്ള തോടുകൾക്ക്, പാർവതി പുത്തനാർ ഉൾപ്പെടെയുള്ള തോടുകൾ നവീകരിക്കാനും മാലിന്യമുക്തമാക്കാനും വേണ്ടി ഉണ്ടായിരുന്നു.
അതിന് ഭരണാനുമതി നൽകിയിരുന്നു. പക്ഷേ ഫണ്ടില്ലാത്തതിനാൽ ആ പദ്ധതി പൂർത്തിയാക്കാനായില്ല എന്നാണ് പറയുന്നത്. ഇത് സർക്കാരിൻ്റെ ഭാഗമായി ചെയ്യേണ്ട കാര്യമാണ്. ഇനി മാലിന്യ നിക്ഷേപം തടയാൻ കോർപ്പറേഷൻ എന്ത് ചെയ്തു, മാലിന്യ നിർമ്മാർജ്ജനത്തിന് കോർപ്പറേഷൻ എന്ത് ചെയ്തു ചോദ്യങ്ങളുണ്ട്. ഇവിടെ രാജേഷ് ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി തന്നെ പരാജയമാണ് എന്നാണ്. കാരണം ഒരു വികേന്ദ്രീകൃത മാലിന്യ നിർമ്മാർജ്ജന മാതൃക തിരുവനന്തപുരത്ത് അവതരിപ്പിച്ചിട്ട് അത് അമ്പേ പരാജയപ്പെട്ടു പോയി. അതുകൊണ്ടാണ് തോട്ടിൽ ആളുകൾ മാലിന്യം തള്ളുന്നതെന്ന് പറയുന്നു. ഈ ഭവനങ്ങളിൽ നിന്ന് മാലിന്യം ശേഖരിക്കുന്ന പദ്ധതിയിൽ നിന്ന് 100,000-ഓളം ഭവനങ്ങൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അതീവ ഗൗരവതരമല്ലേ? അങ്ങനെയാണ് ആരോപണം. ഞാൻ മറുപടി പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ രാജേഷൻ തുടക്കത്തിൽ പറഞ്ഞ 1-2 കാര്യങ്ങൾക്ക് മറുപടി പറയാനുള്ള സമയം കൂടി എനിക്ക് തരണം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന ഖേദകരമായിട്ടുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇപ്പോഴും രാജേഷിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് അത് നഗരസഭയുടെ ഉത്തരവാദിത്തം ഇല്ലായ്മ എന്നുള്ളതാണ്. ഇപ്പോഴും റെയിൽവേയുടെ ഉത്തരവാദിത്തത്തെപ്പറ്റി നടന്ന ഈ പർട്ടിക്കുലർ സംഭവത്തെ സംബന്ധിച്ച് പറയാൻ രാജേഷ് തയ്യാറാകുന്നില്ല. ഞങ്ങൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞത് എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഇത് രാഷ്ട്രീയമായി ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരു ദുരന്തം സംഭവിക്കുന്നു. ആ ദുരന്തം സംഭവിക്കുമ്പോൾ അത് ആരുടെ ഉത്തരവാദിത്തത്തിൽ സംഭവിച്ചതാണെന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. അതിനുശേഷം ആ ദുരന്തത്തിൽ നിന്ന് കരകയറിയതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം എന്ന് വിചാരിക്കുന്നതിന് പകരം അപ്പോഴേ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അത് സർക്കാരിൻ്റെയും നഗരസഭയുടെയും തലയിൽ കെട്ടിവയ്ക്കാനുള്ള ശ്രമമല്ലേ നടന്നത്. ഇപ്പോൾ ഇന്നലെ ഹൈക്കോടതി സ്വമേധയെടുത്ത കേസിനകത്ത് ഹൈക്കോടതി അസന്നിഗ്ധമായി അതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഹൈക്കോടതി എന്താ പറഞ്ഞത്? ഇത് റെയിൽവേയുടെ അധീനതയിലുള്ള സ്ഥലത്ത് അവിടെ മാലിന്യം വരുന്നത്, ആ മാലിന്യം നീക്കം ചെയ്യേണ്ട ഉത്തരവാദിത്തം റെയിൽവേക്കാണ്. ഇവിടെ നിയമത്തെ സംബന്ധിച്ച് രാജേഷ് പറഞ്ഞല്ലോ, നിയമം അറിയാത്ത ആളല്ലല്ലോ ബഹുമാനീയനായിട്ടുള്ള രാജേഷ്, കൃത്യമായിട്ട് അറിയാലോ. ആ റെയിൽവേ ആക്ട് പ്രകാരം മാലിന്യ നിർമ്മാർജ്ജനത്തിനെന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ ആ പ്രോപ്പർട്ടിയിലകത്ത് കടക്കുന്നതിന് പോലും റെയിൽവേ ആക്ട് പ്രകാരം കഴിയില്ല. പക്ഷേ അപ്പോൾ നഗരസഭയുടെ ഉത്തരവാദിത്തമാണല്ലോ മാലിന്യം നീക്കുക എന്നുള്ളത്. ശരിയാണ്. ആ ഉത്തരവാദിത്തത്തിന്റെ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭയുടെ കത്തിന്റെ പ്രകാരം കേരളത്തിലെ സർക്കാരിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി ജനുവരി 31 ഒരു മീറ്റിംഗ് വിളിക്കുന്നത്. റെയിൽവേ ഡിവിഷണൽ മാനേജർ പങ്കെടുക്കേണ്ട ഒരു മീറ്റിംഗ്. ആ മീറ്റിംഗിനകത്ത് ശ്രീ ശാരദാ മുരളീധരന്റെ അധ്യക്ഷതയിൽ ആ യോഗം ചേരുകയാണ്. ആ യോഗം ചേർന്നുമ്പോൾ DRM പങ്കെടുക്കുന്നില്ല, ADRM പങ്കെടുക്കുന്നില്ല, അവരെ പ്രതിനിധീകരിച്ച് തിരുവനന്തപുരം ഡിവിഷനിൽ നിന്ന് ആരും പങ്കെടുക്കുന്നില്ല. ആ മീറ്റിംഗിലെ മിനിറ്റ്സിൽ ആ ജനുവരി 30 കൂടുന്ന മിനിറ്റ്സിനകത്ത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂവിൽ റെയിൽവേ എടുക്കുന്ന സമീപനം ശരിയല്ല, അടിയന്തരമായി അടുത്ത യോഗത്തിനകത്ത് കൃത്യമായി പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ആ വീണ്ടും യോഗം കൂടുകയാണ്. ആരാ കൂടുന്നത്? അത് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ആ ക്യാമ്പയിന്റെ സെക്രട്ടേറിയറ്റും അതുപോലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ യോഗം കൂടുകയാണ് സർക്കാർ, എന്നിട്ട് നഗരസഭയുടെ പ്രതിനിധികൾ ഉൾപ്പെടെ. അതിനകത്ത് റെയിൽവേ പ്രതിനിധികളെ അയച്ചത് എങ്ങനെയാ? DRM പങ്കെടുത്തില്ല പോട്ടെ, ADRM പങ്കെടുത്തില്ല പോട്ടെ, തൊട്ടടുത്തുള്ള ഉദ്യോഗസ്ഥരെ പങ്കെടുക്കണോ? പക്ഷെ സർക്കാർ തലത്തിൽ വിളിച്ച യോഗത്തിൽ റെയിൽവേ പങ്കെടുപ്പിച്ചത് ആരാണെന്ന് അറിയാമോ? അവിടെയുള്ള ഒരു അസിസ്റ്റന്റ് ഹെൽത്ത് ഓഫീസറെയാണ് അയച്ചത്. ഇത്ര ലാഘവത്തിൽ റെയിൽവേ കാണുന്നു. ഞാൻ പറഞ്ഞു ഈ നഗരത്തിലെ മാലിന്യ സംസ്കരണത്തെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ ഇത് രാജേഷ് കൂടെ സമ്മതിക്കണ്ടേ? ഞാൻ അതാ പറയുന്നത്, പരസ്പരം പഴിചാരുകയല്ല. ഈ പർട്ടിക്കുലർ സംഭവത്തിൽ ഇത് ആ ജോയി മുങ്ങി മരിച്ച സ്ഥലത്തെ ആ മാലിന്യ നീക്കത്തിൽ റെയിൽവേ സഹകരിച്ചില്ല എന്നുള്ള വാദം മുഖവിലക്കെടുക്കുന്നു. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, അതിന് താഴേക്ക് ഈ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയ ഭാഗം, അതിന് മുകളിലുള്ള ഭാഗം, ഇവിടെയൊക്കെ മാലിന്യം നീക്കാൻ നിങ്ങൾക്ക് എന്താണ് തടസ്സം? ഞാനത് പറയാം. പക്ഷേ രാജേഷ് ഈ പറഞ്ഞതിന് ഇല്ല, നിങ്ങൾ ആ തന്ത്രം ഉപയോഗിക്കരുത്. രാജേഷ് ഇവിടെ സംസാരിച്ചപ്പോൾ, നിങ്ങൾ ഇത്രയും സമയം സംസാരിച്ചപ്പോൾ നിങ്ങൾ ഇടപെട്ടില്ലല്ലോ. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. പക്ഷെ രാജേഷ് പറഞ്ഞ കാര്യം രാജേഷിനോട് ചോദിച്ചപ്പോൾ ഇടപെട്ടില്ല എന്ന് അംശു പറയുന്നത് എങ്ങനെയാണ്? തരണം. ഞാൻ രാജേഷിനോട് ഉപചോദ്യങ്ങൾ ചോദിച്ചില്ല എന്ന് അംശു പറയുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഉപചോദ്യങ്ങൾ ചോദിക്കും. അതിന് പക്ഷെ പറയാൻ രാജേഷ് പറയുന്നതിന് മറുപടി പറയാൻ എനിക്ക് അവസരം. ഞാൻ വിനീതമായി പറഞ്ഞത് അനുവദിക്കാമെങ്കിൽ അനുവദിക്കാം. ഞാൻ പറയുന്നത് നഗരസഭ ഈ മാലിന്യം റെയിൽവേയുടെ ഈ സ്ഥലത്തെ മാലിന്യം നീക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്ത നടപടിയെ സംബന്ധിച്ച് മേയർ കൃത്യമായി പറഞ്ഞല്ലോ. ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ നമ്മൾ യോഗം വിളിച്ചു എന്നുള്ളത് മാത്രമല്ല, ആ യോഗത്തിന് സംബന്ധിച്ച് നഗരസഭാ സെക്രട്ടറി നോട്ടീസ് നൽകി. എന്തിനാ നൽകിയത്? നിങ്ങൾ അടിയന്തരമായി ഈ മാലിന്യം മാറ്റണമെന്ന് 7:05 നോട്ടീസ് കൊടുക്കുകയാണ്. ആ നോട്ടീസിന് ഒരു പ്രതികരണം പോലും ഉണ്ടാവാതെ ആയപ്പോഴാണ് പ്രോസിക്യൂഷന് വേണ്ടിയിട്ടുള്ള നോട്ടീസ് നമ്മൾ കൊടുക്കുന്നത്. ഇതെല്ലാം പോരാത്തതിന് ജില്ലാ ഭരണകൂടത്തിന്റെ തലവനും ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ചെയർമാനുമായിട്ടുള്ള ജില്ലാ കളക്ടർ അദ്ദേഹം നോട്ടീസ് അല്ല കൊടുക്കുന്നത്, അദ്ദേഹം ഓർഡറാണ് ഇടുന്നത്. റെയിൽവേയുടെ ഓർഡർ ഇട്ടിട്ട് നിങ്ങൾ നീക്കണമെന്ന് പറയുന്നു.
ആ ഓർഡർ ചെന്നതിന് ശേഷവും ഈ പ്രോസിക്യൂഷൻ നോട്ടീസ് ചെയ്തപ്പോഴാണ് അതിന് മറുപടി റെയിൽവേ തന്നില്ല. പക്ഷേ വഴിയെ പോയ ഒരു കരാറുകാരന് ഈ ഇത് കൊടുക്കുന്നു. ഇപ്പൊ രാജേഷ് പറഞ്ഞത് ഇവിടെ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ നഗരസഭ തൊഴിലാളികളെ ഇറക്കി വിട്ടു എന്നാണ് പറഞ്ഞത്. നഗരസഭയല്ല രാജേഷ് അവിടെ തൊഴിലാളികളെ ഇറക്കി വിട്ടത്. മതിയായ സുരക്ഷാ സംവിധാനം ഇല്ലാതെ അവിടെ ഇറക്കി വിട്ടത് റെയിൽവേ കൊടുത്ത കരാറുകാരനെ സംബന്ധിച്ചാണ് ഇറക്കി വിട്ടത് കൊടുത്തത്. ആ കൊടുത്ത കരാറുകാരനെ സംബന്ധിച്ച പിന്നെ അതിന് നടപടി എടുക്കേണ്ടത് റെയിൽവേ. അവർ ഉത്തരം പറയണം എന്തുകൊണ്ട് ഇങ്ങനെ ആ കരാർ കൊടുത്തു. ആ കരാർ കൊടുത്തപ്പോൾ എന്തുകൊണ്ട് ഈ സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പാക്കാൻ റെയിൽവേക്ക് കഴിഞ്ഞില്ല, കരാറുകാരനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞില്ല? ഇത് ചോദിക്കണ്ടേ? നിങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇവിടെ പ്രിയപ്പെട്ട അവതാരകരും ചോദിച്ചത്, നിങ്ങൾ പൊതുവായിട്ടുള്ള മാലിന്യ സംസ്കരണത്തിൽ നിന്ന് ഇത് നഗരസഭ പൂർണ്ണ പരാജയമാണ് രാജേഷ് പറഞ്ഞത്, ബാക്കിയുള്ള മാലിന്യങ്ങൾ എവിടെയെന്നാണ് ചോദിച്ചത്. ഞാൻ പറയാം. തിരുവനന്തപുരം എന്ന് പറയുന്ന നഗരസഭ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ നഗരസഭയാണ്. ആ നഗരം ഏകദേശം 215 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ 100 വാർഡുകളായി കിടക്കുന്ന ഒരു ഏകദേശം 10 ലക്ഷത്തിലധികം ആളുകൾ. 2011 സെൻസസിൽ 9 ലക്ഷത്തിലോളം ആളുകൾ ഉണ്ടെന്നും ഇപ്പോൾ ഏകദേശം 10 ലക്ഷത്തിലധികം ആളുകളുടെ ഒരു സ്ഥലമാണ്. ഇവിടെ നഗരസഭ നേരത്തെ ഉണ്ടായിരുന്ന മാലിന്യ സംസ്കരണത്തിനുള്ള ജൈവ മാലിന്യം അടക്കം സംസ്കരിക്കുന്നതിന് വിളപ്പൽശാലയിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇവിടെ വലിയ വീരവാദം രാജേഷ് പറയുന്നത് കേട്ടു. ഈ ഇവിടെ കൊണ്ടുപോയി ഒരു നഗരത്തിലെ മാലിന്യങ്ങൾ കൊണ്ടുപോയി ഗ്രാമത്തിൽ പിന്നെ നിക്ഷേപിച്ചു എന്നുള്ളത്. യഥാർത്ഥത്തിൽ ആ നഗരത്തിൽ കൃത്യമായി നടന്നുകൊണ്ടിരുന്ന ഒരു പ്ലാന്റിനെ രാഷ്ട്രീയ ലാക്കോട് കൂടി അതിനെ ഇല്ലാതാക്കിയതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു ചർച്ച വയ്ക്കാം രാജേഷേ. എങ്ങനെയാണ് അത് പൂട്ടിയത്? ഈ നഗരത്തിലെ മാലിന്യ പിന്നെ കളക്ഷനെ അതിനെ ഇവിടെ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഇവിടെ അവതാളത്തിലാക്കാൻ അന്ന് ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സഹായത്തോടു കൂടി നിങ്ങൾ ഈ നഗരസഭയെ വരിഞ്ഞു മുറിക്കിയപ്പോഴാണ്. എന്നിട്ട് പിന്നെ നിങ്ങളും BJP-യും കൂടെ ഒത്തുചേർന്നുകൊണ്ട് വിളപ്പിൽ ശാലയിൽ നിങ്ങൾ മാലിന്യം ശേഖരിക്കുകയാണ് ചെയ്തത്, അതല്ല മാലിന്യം സംസ്കരിക്കുകയാണ് ചെയ്തത്. അത് ക്ലിയർ ആക്കിയിട്ട് പോകാലോ. നമ്മൾ വെറുതെ ആരോപണം ഉന്നയിച്ചു പോകരുതല്ലോ. മാലിന്യം കൊണ്ടുപോയി അവിടെ ശേഖരിക്കുകയാണ് ചെയ്തത്, സംസ്കരിക്കുകയാണ് ചെയ്തത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അജിംസി ഇവിടെ ഞാൻ പറയാന്നേ, ഇവിടെ നിന്ന് വിളപ്പിൽശാലയുടെ കാര്യം തന്നെ ഞാൻ പറയുന്നത്. ഇവിടെ ശേഖരണത്തെ ഓരോ ദിവസവും പൊയ്ക്കൊണ്ടിരിക്കുന്ന ടൺ കണക്കിന് ഇത്ര ടൺ മാലിന്യം പിന്നെ വിളപ്പിൽശാലയ്ക്ക് പോകേണ്ടതുണ്ടായിരുന്നു. അതിനെ അവർ നഗരത്തിൽ നിന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കാത്ത സാഹചര്യം ഉണ്ടാക്കി. ഞാൻ ചോദിക്കുന്നതാണ് അംശു മഹാദേവ് അങ്ങനെ പറഞ്ഞു പോലെ ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളോ ഇറങ്ങി സമരം ചെയ്തുകൊണ്ടല്ലോ നിങ്ങൾ കൂട്ടിയത്. അവിടെ നാട്ടുകാർ സമരം ചെയ്തു. നാട്ടുകാർക്കവിടെ കഞ്ഞി വെക്കാൻ പറ്റാത്ത അവസ്ഥയായി. അവിടെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചിരിക്കാൻ ആളുകൾ തയ്യാറാവുന്ന സാഹചര്യം ഉണ്ടായി. അതിപ്പോ ബ്രഹ്മപുരത്വമാണ് സംഭവിച്ചത്. അവിടെ മാലിന്യം സംസ്കരിക്കുന്നില്ല, മാലിന്യം ശേഖരിക്കുകയാണ്. ഉത്തരം ഞാൻ മാലിന്യം അതാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ എല്ലാ ദിവസവും പ്രതിദിനം കൊണ്ടുപോകേണ്ട മാലിന്യത്തെ 2-3 ദിവസവും കളക്ട് ചെയ്ത ആളുകൾക്ക് കൊണ്ടുപോകേണ്ട സ്ഥിതി ഉണ്ടായി. വഴിയിൽ തടയുന്ന സ്ഥിതി ഉണ്ടായി. ഈ സാഹചര്യമൊക്കെ ഉണ്ടായപ്പോ അവിടെ മാലിന്യം പ്രവർത്തനം നിലയ്ക്കേണ്ടി വന്നു. അത് തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടി നിങ്ങൾക്ക് മാലിന്യം നിക്ഷേപിക്കാൻ സാധിക്കാത്ത സാഹചര്യം അത് പറയൂ. നമുക്ക് ആ പ്ലാന്റിന്റെ പ്രതിദിനം ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയിരുന്ന സാധനം കറക്റ്റ് ആയിരുന്നെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ അത് നടത്തിക്കൊണ്ട് പോകാൻ കഴിയുമായിരുന്നു. ഇവിടെ നിന്ന് കളക്ട് ചെയ്യാൻ ശേഖരിക്കാനും ഞാനത് ചർച്ച ചെയ്യാം. വീടുകൾ സേനയുടെ ഇതിനകത്ത് നിങ്ങൾ മാലിന്യം ആ പ്ലാന്റിന്റെ സംസ്കരിച്ചിരുന്ന കൃത്യമായി സംസ്കരണം നടന്നുകൊണ്ടിരുന്ന പ്ലാന്റ് അല്ലേ വിളപ്പിൽശാല? അറിയാലോ. എന്തുകൊണ്ടാണ് അത് തുറന്ന് പ്രവർത്തിക്കാൻ ഈ സുപ്രീം കോടതി തന്നെ പറഞ്ഞത്? എന്തുകൊണ്ടാണ് വിളപ്പിൽശാല എന്തുകൊണ്ടാണ് അവിടെ മാലിന്യം കുന്നുകൂടിയപ്പോഴാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാലിന്യം കുന്നുകൂടിയപ്പോഴാണ് എന്നുള്ള സംശയമില്ല. പക്ഷെ എന്തുകൊണ്ടുണ്ടായെന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കൂടി ഈ മാലിന്യ ശേഖരണത്തെ അവതാളത്തിലാക്കാൻ അന്ന് ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സഹായത്തോടു കൂടി ഇവർ നടത്തിയ രാജേഷിന്റെ ആളുകൾ ഉൾപ്പെടെ നടത്തിയതിന്റെ പ്രശ്നം തന്നെയാണ്. പ്രതിദിനം കൊണ്ടുപോകാൻ പറ്റാത്തതാണ്. ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഈ മാലിന്യ സംസ്കരണത്തിന് യാതൊരു തരത്തിലുള്ള ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറയാൻ ചോദിക്കൂ. ഈ തിരുവനന്തപുരം നഗരസഭയ്ക്ക് മാലിന്യ സംസ്കരണത്തിന് യാതൊരു തരത്തിലുള്ള സംവിധാനം ഇല്ല എന്നാണ് പറയുന്നത്. ഇവിടെ പ്രതിദിനം ഉണ്ടാകുന്ന മാലിന്യത്തിന്റെ ടണ്ണ് എന്ന് പറയുന്നതിൽ നമുക്ക് 33 ലക്ഷം വീടുകളാണ് നമ്മുടെ ഈ നഗരത്തിനകത്തുള്ളത്. 22 ലക്ഷത്തോളം വരുന്ന നമ്മുടെ 22,813 സ്ഥാപനങ്ങൾ നമ്മളിവിടെ ഉണ്ട്. 3,34,000 വീടുകളുണ്ട്. ഈ പറയുന്ന 2,910 ബൾക്ക് വേസ്റ്റ് ജനറേറ്റേഴ്സ് ഉണ്ട്.
ഇവരുടെ എല്ലാം മാലിന്യ സംസ്കരണം നഗരസഭ ഏറ്റെടുത്താണ് ചെയ്യുന്നത്. പ്രതിദിനം 423 ടൺ മാലിന്യം ഉണ്ടാകുന്ന ഒരു നഗരമാണ് ഈ നഗരം. 423 ടൺ മാലിന്യം. ഇതിൽ തന്നെ 2 ലക്ഷം ആളുകൾ പ്രതിദിനം വന്നു പോകുന്ന ഒരു നഗരമാണ്. ആ വന്നു പോകുന്ന ഫ്ലോട്ടിംഗ് പോപ്പുലേഷന്റെ മാലിന്യവും അതും സംസ്കരിക്കുന്ന നഗരസഭയാണ് ഈ നഗരസഭ. നമുക്ക് 127 ടൺ മാലിന്യങ്ങൾ വീടുകളിൽ നിന്ന് തന്നെ ഉൽപ്പാദിക്കപ്പെടുന്ന ഒരു നഗരസഭയാണ്. ആ 127 ടൺ ഇവിടെ എവിടെയാണ് നിങ്ങൾ പറയുന്നത് കൂടിക്കിടക്കുന്നത്? അത് കൃത്യമായി ഹരിതകർമ്മസേന ഉപയോഗിച്ചാണ്. ഈ ഹരിതകർമ്മസേന രൂപീകരിക്കുന്ന സമയത്ത് അതിനെ ഇല്ലാതാക്കാൻ വലിയ ശ്രമം നടന്നില്ലേ രാജേഷേ? നിങ്ങളെ ഇവിടെ കോർപ്പറേഷൻ കൗൺസിലിൽ BJPയും അതുപോലെ തന്നെ കോൺഗ്രസും നിങ്ങൾ ചേർന്ന് എന്തായിരുന്നു അവിടെ അത് നടത്താൻ സമ്മതിക്കാതിരുന്നത്? തുമ്പൂർ മൊഴി പ്രവർത്തിക്കുന്നില്ലേ? വേസ്റ്റ് മാനേജ്മെന്റ് നടത്തുന്നു എങ്കിൽ ഈ പാർവതി പുത്തനാറിലും ഈ ആമയഴഞ്ചാൻ തോട്ടിലും ഇപ്പൊ എത്ര ടൺ മാലിന്യം അതെങ്ങനെ? അജ്മിത്, അതാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇവിടെ നടക്കുന്നില്ല. നമുക്ക് കുറവുകൾ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാം. പക്ഷെ നഗരസഭ ഞാൻ പറയാം. ഈ തുമ്പൂർ വഴി വർക്ക് ചെയ്യുന്നില്ല. ഈ വികേന്ദ്രീകൃതമായിട്ടുള്ള മാലിന്യ സംസ്കരണം നടക്കുന്നില്ല എന്ന് രാജേഷ് പറഞ്ഞു. ഇവിടെ തുമ്പൂർ മൊഴി വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. തുമ്പൂർ മൊഴിയിലും കമ്മ്യൂണിറ്റി തലത്തിലുള്ള സ്ഥാപനം വഴിയും ബയോഗ്യാസ് പ്ലാന്റ് ഉപയോഗിച്ചും ഒരു പ്രതിദിനം 22.5 ടൺ മാലിന്യമാണ് നമ്മൾ സംസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വൻകിട ഉൽപാദകരെ കൊണ്ടുപോകുന്നതിനാണ് നമ്മൾ ചില ഏജൻസികൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ വൻകിട ബൾക്ക് ജനറേറ്റേഴ്സ് ആയിട്ടുള്ള അവരുടെ മാലിന്യവും നമ്മൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുകയാണ്. ഇനി പാർവതി പുത്തനാറ് മുഴുവൻ കിടക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ നോക്ക്, ഉള്ളൂർ തോട്, ഈ ആമയിഴഞ്ചാൻ തോടിലേക്ക് വരുന്ന തോട്, അതിപ്പോ ഈ പറയുന്ന ഫണ്ട് ഉപയോഗപ്പെടുത്തിയില്ല എന്ന് പറയുമ്പോഴും കിട്ടിയ ഫണ്ട് കൃത്യമായി ഉപയോഗിച്ചാണ്. ഇപ്പൊ ഉള്ളൂർ തോട് നോക്കൂ, പട്ടം തോട് നോക്കൂ, കണ്ണമൂല തോട് നോക്കൂ, ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. എവിടെയല്ലേ ഡെൽറ്റ ഉൾപ്പെടെ മാറ്റുന്നുള്ള സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. അതെല്ലാം നഗരസഭ സ്വീകരിച്ചിട്ടുണ്ട്. 100 വാർഡുകളിൽ 2 ലക്ഷം രൂപ മുടക്കി കോർപ്പറേഷന്റെ ഓടകൾ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആമയിഴഞ്ചാൻ തോട് പോലെയുള്ള മേജർ ഇറിഗേഷന്റെയും മൈനർ ഇറിഗേഷന്റെയും ഓടകൾ അവരുടെ കൂടി ഉത്തരവാദിത്തത്തിലുള്ളത് നഗരസഭ ക്ലീൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇപ്പൊ എന്താ ചെയ്തത്? 100 വാർഡുകളിലും കോർപ്പറേഷന്റെ ഓടകളിൽ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി PWDയുടെ ഓടകളും ഇറിഗേഷൻ ഓടകളും എല്ലാം ക്ലീൻ ചെയ്തു. 2 ലക്ഷം രൂപ ഓരോ വാർഡിലുമാണ് ചെലവാക്കിയതാണ്. രാജേഷിന്റെ വാർഡിന്റെ നേതാവായിട്ടുള്ള ജോൺസൺ ജോസഫിന്റെ വാർഡിൽ 2 ലക്ഷം രൂപ ചെലവാക്കിയിട്ടുണ്ട്. നാലാഞ്ചിറയിൽ പത്മകുമാറിന്റെ വാർഡിൽ പെരുന്താനിയിൽ ചെലവാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് നഗരസഭ ഒന്നും ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നത് ശരിയായ കാര്യമല്ല എന്നുള്ളത് പറയുന്നത്. 2, എൻഫോഴ്സ്മെന്റിന്റെ കാര്യം ഇവിടെ രാജേഷ് പറഞ്ഞു. 14 ലക്ഷം രൂപയ്ക്ക് അധികമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഭാഗമായി നമ്മൾ ആളുകൾ ഈടാക്കുന്നത്. ഭീമമായ തുകയാണ്. നമ്മൾ അവരിൽ നിന്ന് പരമാവധി അവരെ ഈ പറയുന്ന മാലിന്യം വലിച്ചെറിയരുത് എന്ന ഒരു സംസ്കാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ വലിയ ഭീമമായിട്ടുള്ള തുകയാണ് നമ്മൾ പിഴ ചുമത്തുന്നത്. ഈ നേരത്തെ ബഹുമാനപ്പെട്ട ശ്രീ ഷാജി സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഇതിനകത്ത് കൂട്ടുത്തരവാദിത്തമുണ്ട്. ആ കൂട്ടുത്തരവാദിത്തത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആ പറയുന്ന ഇവിടെ വന്നു പോകുന്ന 2 ലക്ഷം അധികം വരുന്ന ഫ്ലോട്ടിംഗ് പോപ്പുലേഷന്റെ മാലിന്യം സംസ്കരിക്കുന്നതിന് അവർ വലിച്ചെറിയാതെ അതിനെ നമുക്ക് ശേഖരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ചെയ്യുമ്പോൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഒരു മരണമുണ്ടായതിനെ നഗരസഭയുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് അതിഥികളിലേക്ക് തിരികെ ശ്രീ കെ ഷാജി, ഇവിടെ അംശു ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മുമ്പ് വിളപ്പിൽശാല പോലെ ഒരു കേന്ദ്രീകൃത മാലിന്യ നിർമ്മാർജ്ജന സംവിധാനം തിരുവനന്തപുരം നഗരസഭയ്ക്കുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല, വിളപ്പിൽശാല പൂട്ടി. അപ്പോൾ വികേന്ദ്രീകൃതമായ രീതിയിൽ മാലിന്യ സംസ്കരണത്തിന് തിരുവനന്തപുരം നഗരസഭ ശ്രമിക്കുന്നു. ഒരു വാർഡിന് 2 ലക്ഷം രൂപയൊക്കെ അനുവദിച്ചുകൊണ്ട് മാലിന്യ നിർമ്മാർജ്ജനം നടത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഓരോ വാർഡിൻ്റെ കാര്യം പറയുന്നുണ്ട്. പ്രധാന പ്രശ്നം ഏതൊക്കെ വാർഡുകളിൽ എത്ര രൂപ ചെലവഴിച്ചു എന്നുള്ളതാണോ, അതല്ല ഈ വികേന്ദ്രീകൃത സംവിധാനത്തിലുള്ള മാലിന്യ സംസ്കരണം പരാജയമാണ് എന്ന് RV രാജേഷ് പറയുന്നതാണ്. എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നത്തിൻ്റെ മൂലകാരണം? നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ വിളപ്പിൽശാല പൂട്ടിയതിൻ്റെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. അത് വേറൊരു വിഷയമാണ്. നമുക്കറിയാം ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ അതിശക്തമായ ചെറുത്തുനിൽപ്പ്, സമരം ഉണ്ടായ സാഹചര്യങ്ങൾ നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ നേരത്തെ അംശു പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഇത്ര വലിയൊരു നഗരം, ഇത്രയധികം ആളുകൾ മാലിന്യം ഉണ്ടാക്കുന്നു. എന്നിട്ടും
ഈ വിളപ്പിൽശാല പൂട്ടിയതിന് ശേഷം നഗരസഭ കളക്ട് ചെയ്യുന്ന മാലിന്യം എവിടേക്ക് പോകുന്നു? അല്ലാതെ അപ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒരുപാട് ഏജൻസികൾ പ്രവർത്തിക്കുന്നു, അവർ മറ്റെവിടെയോ കൊണ്ടുപോയി സംസ്കരിക്കുന്നു. ഇതിലൊന്നും നമുക്ക് ഒരു കൃത്യമായിട്ട് ഈ മാലിന്യം എങ്ങനെ പോകുന്നു? ഇപ്പോൾ നമ്മൾ നേരത്തെ പറയുന്നു ഇതിന് വേറെ പല രീതിയിലുള്ള മറ്റു പുനരുപയോഗത്തിനുള്ള സാധ്യതകൾ ആരായുന്നുണ്ട് ഉണ്ടെങ്കിൽ നല്ലത്. പക്ഷെ ഒപ്പം തന്നെ നമ്മൾ കാണാവുന്നൊരു കാര്യം, ഈ തിരുവനന്തപുരത്തിൻ്റെ മെയിൻ റോഡുകളിൽ നിന്നൊക്കെ നമ്മളൊന്ന് മാറി ഇടവഴികളിലൊക്കെ കയറിയാൽ പല സ്ഥലത്തും പുഴയുടെ കരയിൽ വിജനമായ പ്രദേശങ്ങളിൽ ഒക്കെ ആളുകൾ കൊണ്ടുപോയി വലിയ തിരയിൽ രാത്രികളിലൊക്കെ പാക്കറ്റിലൊക്കെ കെട്ടി മാലിന്യം നിക്ഷേപിക്കുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ കുറച്ച് നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ ഈ സുഹൃത്തുക്കൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, ഈ പലപ്പോഴും ഈ നഗരത്തിൽ വരുന്ന ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ അവരുടെ വീടുകളിൽ നിന്നുള്ള മാലിന്യം എവിടേക്കെങ്കിലും പോകുമ്പോൾ അവർക്ക് ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു മാർഗം ഒരു പ്ലാസ്റ്റിക് കവറിൽ കൊണ്ടുവരിക, എന്നിട്ട് റെയിൽവേയുടെ മാലിന്യം വെക്കാനുള്ള പെട്ടികളിൽ നിക്ഷേപിച്ചിട്ട് പോവുക. അപ്പോൾ യാത്രക്കാരുള്ള കുപ്പിയോ ചെറിയ തോതിലുള്ള മാലിന്യങ്ങളൊക്കെ നിക്ഷേപിക്കാനാണ് റെയിൽവേ സംവിധാനം വെച്ചിരിക്കുന്നത്. പക്ഷെ അതിൽ പോലും ആളുകൾ വലിയ നിലയിൽ അവരുടെ വീടുകളിൽ നിന്നുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും സെഗ്രിഗേറ്റ് ചെയ്യാണ്ട് കൊണ്ടുവന്നിരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഈ വളരെ നമ്മൾ വികേന്ദ്രീകൃതമായിട്ടുള്ള മാലിന്യ സംസ്കരണം തന്നെ വേണം എന്നുള്ളതാണ് ദേശീയ തലത്തിലായാലും അന്താരാഷ്ട്ര തലത്തിലുള്ള മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെയും പറയാൻ പറ്റുന്നത്. അപ്പം അങ്ങനെയുള്ള സംഭവത്തിൽ എവിടെയെങ്കിലുമൊക്കെ തകരാറുകൾ വന്നിട്ടുള്ളത് എവിടെയാണ്? അത് നമ്മളിങ്ങനെ പരസ്പരം ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനപ്പുറം വളരെ ശക്തമായി ആധികാരികമായി ഇതിൻ്റെ പഴുതുകൾ എവിടെയെങ്കിലും ലൂപ്പ് ഹോളുകളുണ്ട് അത് കണ്ടെത്തുക, അത് അടയ്ക്കുക, അത് ശക്തമാക്കുക. ഒപ്പം തന്നെ ഇപ്പോൾ ഈ ജോയി എന്ന് പറയുന്ന ഒരു പാവം മനുഷ്യൻ 1500 രൂപ കൂലിക്ക് വേണ്ടി ഈ മലിനജലത്തിൽ ഇറങ്ങിയ ആ മനുഷ്യൻ്റെ മരണത്തെ ഒരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് അതൊരു വലിയ തിരുത്തലിനുള്ള നമുക്ക് മുന്നിലേക്കുള്ള ഒരു വലിയൊരു ആഹ്വാനമായി കണ്ടുകൊണ്ട് ഒരു വലിയ തോതിലുള്ള ഒരു അഴിച്ചുപണി ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ തർക്കത്തിനേക്കാൾ കൂടുതലായിട്ട്, കാരണം ഇപ്പോൾ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും റെയിൽവേ ആയാലും മറ്റ് സംവിധാനങ്ങളായാലും എല്ലാവരും നേരിടുന്നൊരു പ്രശ്നമാണ് മാലിന്യത്തിൻ്റെ പ്രശ്നം. എല്ലാവരുടെ വീടുകളിലും മാലിന്യം ഉണ്ടാകുന്നുണ്ട്, നമ്മൾ തൊഴിലെടുക്കുന്ന തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്, എല്ലാ സ്ഥലത്തും ഒന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ശാസ്ത്രീയമായിട്ട് ഇതിനെ എങ്ങനെ പരിഹരിക്കാം, എങ്ങനെ ആളുകളെ വലിച്ചെറിയുന്ന രീതിയെ ഇല്ലാതാക്കാം. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ കുറച്ചുകൂടി ഈ വയലേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കെതിരെ അതിശക്തമായ നടപടികൾ എടുക്കുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇവിടുത്തെ ഇപ്പോൾ വലിയ തോതിൽ മാലിന്യം ഉണ്ടാക്കുകയും അവ അലക്ഷ്യമായി നിക്ഷേപിക്കുകയും ചെയ്യുന്ന ആളുകൾക്കെതിരെ ശക്തമായ നടപടികൾ. കാരണം ശക്തമായ നിയമങ്ങൾ വന്നാൽ മാത്രമേ, ശക്തമായ നിയമവും അത് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയും വന്നാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയുള്ളൂ. അപ്പം അതുപോലെ തന്നെ പഴയ കാലങ്ങളിലുള്ള ചില നല്ല പാഠങ്ങൾ, ഈ ഓപ്പറേഷൻ അനന്ത പോലെയുള്ള സംഭവങ്ങളെ അത് കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിലും കുറച്ചുകൂടി സമഗ്രമായിട്ടും ശാസ്ത്രീയമായിട്ടും ഒക്കെ കൊണ്ടുവരാൻ കഴിയും. ഈ കാര്യങ്ങളിലൊക്കെ വളരെ വലിയ തോതിലുള്ള ഒരു ചിന്തകൾക്കുള്ള ഒരു വലിയ സാധ്യത, എത്രയും പെട്ടെന്ന് ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇത് തിരുവനന്തപുരത്തിന് മാത്രം ഒരു പ്രശ്നമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ കേരളത്തിലെ ഏതാണ്ട് എല്ലാ നഗരങ്ങളിലും മാലിന്യം വലിയ പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ ബ്രഹ്മപുരവുമായി ബന്ധപ്പെട്ട് എത്ര ചർച്ചകൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഭാഗ്യവശാൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ചെറിയൊരു ഒഴിവുണ്ട്, പക്ഷെ അത് വലിയൊരു വിസ്ഫോടനത്തിന് മുമ്പുള്ള ശാന്തതയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എളിയമ്പറമ്പിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിന് വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ നഗരത്തിലിരിക്കുന്ന ആളുകൾ ഒരുപാട് മാലിന്യം ഉണ്ടാക്കുന്നു. ഈ മാലിന്യം നമ്മുടെ എല്ലാ ഇന്ത്യൻ നഗരങ്ങളിലും തിരുവനന്തപുരം അടക്കമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് സെൻറ്റർ ഇതിന് വേണ്ടി കണ്ടെത്തുന്നത് പലപ്പോഴും ഗ്രാമങ്ങളിലായിരിക്കും. ഈ ഗ്രാമങ്ങളിലേക്ക് ഇത് കൊണ്ടുപോകുന്നു. ഗ്രാമങ്ങളിൽ അത് വേണ്ട രീതിയിൽ അതിനെ പ്രോസസ്സ് ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് അവിടെയുള്ള ആളുകൾ അതിന് ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പുണ്ടാകുന്നത്, സമരങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അവരുടെ സമരങ്ങളെ മുഴുവൻ തെറ്റാണെന്നോ അല്ല അവർക്കങ്ങനെ പറയാൻ അർഹതയില്ലാന്നോ നമ്മൾ പറയുന്നത് വളരെ ക്രൂരതയായിരിക്കും. കാരണം ആ മനുഷ്യർക്കും ഒരു ഡിഗ്നിറ്റിയോടുകൂടി മനുഷ്യമഹത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മിനിമം മനുഷ്യാന്തസ്സോടുകൂടി ജീവിക്കാനുള്ളൊരു അവസ്ഥ വേണ്ടേ? അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങളെ കാണാൻ. അല്ലാതെ ഒരു നഗരത്തിലുള്ള ആളുകൾക്ക് അവരുടെ എല്ലാ മാലിന്യങ്ങളും കൊണ്ടുപോയി ഡംപ് ചെയ്യാനുള്ള സ്ഥലങ്ങളല്ല നഗരത്തിന് പുറത്തുള്ള ഗ്രാമങ്ങൾ എന്ന് നമ്മൾ തിരിച്ചു ചിന്തിക്കണ്ടേ? അപ്പം അങ്ങനെ വരുമ്പോൾ മാത്രമേ ഏത് തരത്തിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് നമ്മൾ നോക്കേണ്ടത്. ഒപ്പം തന്നെ നമ്മുടെ ഈ മാൻഹോളിൽ ഇറങ്ങുക, അല്ലെങ്കിൽ ഇതുപോലത്തെ ആമയഴഞ്ചാൻ തോട് പോലുള്ള തോട്ടിലിറങ്ങുക, ഈ പണികൾക്കൊന്നും ഇനി മനുഷ്യനെ ഉപയോഗിക്കാൻ പാടില്ല. അതിനെന്ത് ചെലവ് വന്നാലും അതിന് വേണ്ടുന്ന ലോകത്തിലെ ഏറ്റവും നല്ല യന്ത്രങ്ങൾ കണ്ടെത്താനും അത് വാങ്ങാനുമുള്ളൊരു ഇച്ഛാശക്തിയല്ലേ സർക്കാരായാലും മറ്റധികൃതരായാലും കാണിക്കേണ്ടതുള്ളത്.
അതുപോലെ ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ റെയിൽവേയുടെ കാര്യത്തിൽ റെയിൽവേ പോലെ ഒരു ഏജൻസി, കാരണം തിരുവനന്തപുരത്ത് ഒരു വലിയ ഒരുപാട് മനുഷ്യരെ ഡെയിലി ഡീൽ ചെയ്യുന്ന ഒരുപാട് മാലിന്യം ഉണ്ടാകുന്ന ഒരു സംവിധാനമാണ് അവർ. അപ്പം അവർ നമ്മുടെ ഒരു സംവിധാനത്തെ മൊത്തത്തിലെ നഗരത്തിൻ്റെ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ റൂൾസിൻ്റെ ഉള്ളിൽ വരുന്നില്ലെങ്കിൽ, അവർ ചെറുത്ത് നിൽക്കുകയാണെങ്കിൽ, അവർ വിഘടിച്ച് നിൽക്കുകയാണെങ്കിൽ, അവരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ അപ്പം അത് ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്ക് അവർക്കെതിരെ നടപടിയെടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമല്ലേ? എന്ത് തന്നെയായാലും നമ്മൾ 2018 മുതൽ വളരെ എക്സ്ട്രീമായുള്ള വെതർ ഇവൻസിന്റെ ഇടയിൽ കൂടെ ജീവിച്ചു പോകുന്ന സമൂഹമാണ് നമ്മൾ. എല്ലാ കൊല്ലവും നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് ഓരോ മഴക്കാലത്തിന് മുമ്പും കൃത്യമായ ആസൂത്രണം നടത്തി കൃത്യമായ ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം. അത് ഇനിയും അതിനകത്ത് അലംഭാവം പാടില്ല, അലക്ഷ്യം പാടില്ല എന്നാണ് ഇപ്പോൾ ഈ ജോയിയുടെ മരണം നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത്. അപ്പോൾ ആ രീതിയിൽ കുറച്ചുകൂടി വിവേകത്തോടു കൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങളെ സമീപിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ ആർ വി രാജേഷ്, ഒരു കേന്ദ്രീകൃത മാലിന്യ നിർമ്മാർജ്ജന സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും പഴി കോർപ്പറേഷൻ കേൾക്കേണ്ടി വരില്ലായിരുന്നു. അത് പൂട്ടിച്ചതിന് പിന്നിൽ നിങ്ങളുമുണ്ട് എന്നാണ് അംശുവിൻ്റെ ആരോപണം. ശ്രീ അംശയോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടാൽ തോന്നും ഈ നഗരത്തിലെ ഇന്നത്തെ മാലിന്യ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണക്കാരൻ അന്തരിച്ചു പോയ ശ്രീ ഉമ്മൻചാണ്ടിയും കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ സ്ഥാനം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പൊട്ടിച്ചതിന്റെ ഉത്തരവാദിത്തം അവർക്കാണെന്നേ പറഞ്ഞു. കേന്ദ്രീകരണ മാലിന്യം വേണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ പറഞ്ഞു. ഞാൻ പറയട്ടെ ശ്രീ അംശു പറയുന്നത് കേട്ട ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വം ശ്രീ ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിന്റെ സർക്കാരും കോൺഗ്രസിനുമാണ്. അതിനുശേഷം തങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്നാണ് പറയുന്നത്. വിളപ്പിശാല ചവർ ഫാക്ടറി പൂട്ടിച്ചതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് തന്നെയാണ്. ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് തന്നെയാണ് അത് പൂട്ടിയത്. എന്താണ് കാരണമെന്ന് കൂടി ഒന്ന് ആലോചിക്കണം. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലെയും ശ്രീ അജിംസിൻ്റെയും അതല്ലെങ്കിൽ ശ്രീ ഷാജിയുടെയും മറ്റ് 50 ആളുകളുടെയും വീട്ടിലെ മാലിന്യം ഞാൻ നേരെ കൊണ്ടുവന്ന് അംശു വാമദേവന്റെ വീട്ടിലേക്ക് നിക്ഷേപിച്ചാൽ താങ്കൾ അത് അംഗീകരിക്കാൻ കഴിയുമോ? ഒരു നഗരത്തിന്റെ മുഴുവൻ 100 വാർഡുകളിലെ ഒരു നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും നിങ്ങൾ സംഭരിച്ചു കൊണ്ടുവന്ന് ഒരു നെറുകയിലേക്ക് ചർച്ചയിൽ മാന്യത മര്യാദ കാണിക്കുക. ചർച്ചയിൽ മര്യാദ കാണിക്കുക. ഞാൻ പറഞ്ഞില്ല. ശരി, രാജേഷ് തുടരൂ പ്ലീസ്. രാജേഷ് തുടരൂ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അല്ല, താങ്കളുടെ അവസരം വരുമ്പോൾ പറയുന്നേ, താങ്കളുടെ അവസരം വരുമ്പോൾ പറയാം. അല്ല, ഇതിനകത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. അവിടെ ഒരു ഗ്രാമത്തിന്റെ നെറുകയിലേക്ക് ഇത്രയധികം മാലിന്യങ്ങൾ, ടൺ കണക്കിന് മാലിന്യങ്ങൾ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു. ഒരു മാലിന്യ സംസ്കരണം അവിടെ നടക്കുന്നില്ല. ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് വിളപ്പിശാലയിൽ ആരംഭിച്ചത് ഇന്നത്തെ മന്ത്രിയായിരുന്ന വി ശിവൻകുട്ടി, അദ്ദേഹം മേയറായിരുന്ന കാലഘട്ടത്തിലാണ്. ഒട്ടും സുതാര്യമല്ലാത്ത ഒരു കരാർ ഉണ്ടാക്കുന്നു. ആ കരാറിന്റെ പേരിൽ വലിയ അഴിമതി ആരോപണം അന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു പോപ്സൺ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വേണ്ടി ഈ കരാർ കൊടുക്കുകയും അവിടെ മാലിന്യ സംസ്കരണത്തിന് കൊടുക്കാൻ പറ്റാത്ത ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാക്കുകയും കോർപ്പറേഷൻ ഈ കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്ന രീതിയിലേക്ക് ഒരു കരാർ ഉണ്ടാക്കി അതിൻ്റെ പേരിൽ വലിയ അഴിമതി നടത്തിയിട്ടുള്ള ഒരു ഭരണകൂടം വന്നിരുന്ന കോർപ്പറേഷൻ ഭരിക്കുന്ന ഇടതുപക്ഷം അതിനുശേഷം അവിടെ ഒരു മാലിന്യ സംസ്കരണവും നടന്നിട്ടില്ല. അവിടെയുള്ള ജലസ്രോതസ്സുകൾ മുഴുവൻ മലിനപ്പെട്ടു. അവിടെയുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അവിടെയുള്ള കുടിവെള്ളം പോലും നിഷേധിക്കപ്പെട്ടു. അവിടെയുള്ള ആളുകൾക്ക് ആഹാരം കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് അവിടെ മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിച്ച് 10-15 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ സമരം ആരംഭിച്ചത്. അങ്ങനെ ജനങ്ങളുടെ നിരന്തരമായ സമരത്തിന്റെ ഫലമായി ആ ജനങ്ങൾക്ക് വേണ്ടി അവിടെയുള്ള ജനങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട്, മനുഷ്യാവകാശമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അന്നത്തെ ഗവൺമെന്റ് അവിടെ ശക്തമായ നടപടിയെടുത്തത്. പക്ഷേ ഈ കോർപ്പറേഷൻ എന്താ ചെയ്യേണ്ടത്? ഇന്ന് ആ മാലിന്യ സംസ്കരണ പ്ലാന്റ് പൂട്ടിയിട്ട് 10 കോർപ്പറേഷൻ നടത്തിക്കൊണ്ടുവന്നത് പരാജയമാണെന്നിരിക്കട്ടെ, അത് പൂട്ടുകയാണ്. തീർച്ചയായും അങ്ങനെ ഒരു ബദൽ നിർദ്ദേശിക്കേണ്ട ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ഉണ്ടായിരുന്നില്ല അന്ന്. അന്നത്തെ ഒരു ബദൽ നിർദ്ദേശം സമർപ്പിക്കേണ്ടത് ആരാണ്? കോർപ്പറേഷനാണ്. ഇത് ഞങ്ങൾ ചെയ്തുകൊള്ളാം എന്ന് പറയുന്നതല്ലാതെ കോർപ്പറേഷന് ഫണ്ട് അനുവദിക്കുന്നുണ്ട്. സർക്കാർ കോർപ്പറേഷന് ഫണ്ട് കൊടുത്തിട്ടുണ്ട് മാലിന്യ സംസ്കരണത്തിന് വേണ്ടി. ബഡ്ജറ്റ് വിഹിതം, അതിനുശേഷം എത്ര കോടി രൂപയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കൈപ്പറ്റിയിട്ടുള്ളത്? വിവരാവകാശ നിയമം വെച്ച് ചോദിച്ചു നോക്കാം നമുക്ക്. അതിനുശേഷം ഇന്ന് വരെയുള്ള മാലിന്യ സംസ്കരണത്തിന് കോർപ്പറേഷൻ ചെലവഴിച്ചിട്ടുള്ള പണം എത്രയാണ്? ഇവിടെ ഇത്തരത്തിലുള്ള നടപ്പാക്കാത്ത, ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത ചില പദ്ധതികൾ, ആ പദ്ധതികൾക്ക് പിന്നിൽ അത് മറ്റു തല താല്പര്യങ്ങളാണെന്നേ. ഇപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇപ്പൊ വീടുകളിൽ നിന്ന് മാലിന്യം സംസ്കരിക്കുന്നു. ആർക്കാ നിങ്ങൾ കരാർ കൊടുത്തിട്ടുള്ളത്?
ആർക്കൊക്കെയാണ് ഈ മാലിന്യം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുണ്ടോ? എന്തുകൊണ്ടാണ് മുഴുവൻ വീടുകൾ ഇപ്പോൾ ഈ മാലിന്യ സംസ്കരണത്തിന് 100 രൂപ ആണ് പ്ലാസ്റ്റിക് മാലിന്യത്തിന് സംഭരിക്കാൻ വേണ്ടി കൊടുക്കേണ്ടത്? അതുപോലും കൊടുക്കാത്ത ആളുകളുണ്ട്. ഇപ്പോൾ ഞാനടക്കമുള്ള ആളുകൾ എൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ ബയോഗ്യാസ് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ സംസ്കരിക്കുന്നു. പിന്നെ വരുന്നത് പ്ലാസ്റ്റിക് മാലിന്യമാണ്. അത് കോർപ്പറേഷൻ വരുന്നവർക്ക് കൈമാറി. ഇപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ടാണ് അത് ഏറ്റെടുക്കാൻ വേണ്ടി കോർപ്പറേഷൻ. ഇത്രയും കാലം എവിടേക്കാണ് ഈ മാലിന്യം പോയത്? തിരുവനന്തപുരത്തെ നഗരത്തിൻ്റെ ഇവിടെ ശ്രീ ഷാജി സൂചിപ്പിച്ച പോലെ എല്ലാ ഇടറോഡുകളിലും മാലിന്യ മലയാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പം ഇവിടെ ഒന്നും ഇപ്പം ഞങ്ങളെല്ലാ മാലിന്യ സംസ്കരണവും കൃത്യമായി നടത്താറുണ്ട് എന്നാണ് ശ്രീ അംശു വാമദേവൻ പറയുന്നത്. അങ്ങനെ കോർപ്പറേഷൻ കൃത്യമായ മാലിന്യ സംസ്കരണം നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആമയഴിഞ്ഞാൻ തോടിലേക്ക് ടൺ കണക്കിന് മാലിന്യം വന്നത്? റെയിൽവേയുടെ മാത്രം. റെയിൽവേക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ റെയിൽവേ കൊണ്ട് ആ ഉത്തരവാദിത്തം നടപ്പാക്കാനുള്ള ബാധ്യത സർക്കാരുണ്ട്. അങ്ങനെ റെയിൽവേ അതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാൻ ദുരന്ത നിവാരണ നിയമം ഇവിടെയുണ്ട്. ആ നിയമം, ശക്തമായ നിയമം പ്രയോഗിച്ചുകൊണ്ട് അവിടെ നടപടിയെടുക്കാൻ ഗവൺമെന്റ് അധികാരമുണ്ട്. ആ നിയമം ഒന്നും പ്രയോഗിച്ചിട്ടില്ല, ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഒരു നോട്ടീസ് കൊടുത്തു, കത്ത് കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഒരു കത്ത് കൊടുത്ത് റെയിൽവേയിലേക്ക് അങ്ങ് എറിഞ്ഞു കൊടുത്താൽ മാത്രം നിങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞോ? ആ കത്തിൽ മാത്രം കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ പിന്നെ കൈയും കെട്ട് നോക്കിയിരിക്കുകയാണോ? നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കൂ. ഇവിടെ സൂചിപ്പിച്ചല്ലോ ഓപ്പറേഷൻ അനന്തയെക്കുറിച്ച്. അന്നത്തെ ഗവൺമെന്റ് സ്വീകരിച്ച ശക്തമായ ഒരു നടപടി. ആ നടപടിയുടെ ഭാഗമായി അന്ന് ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ യോഗം വിളിച്ചു. റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്തു. റെയിൽവേ, അതോടൊപ്പം തന്നെ KSEB, മറ്റു വകുപ്പുകൾ, ഇറിഗേഷൻ, വാട്ടർ അതോറിറ്റി, എല്ലാ വകുപ്പും, നാഷണൽ ഹൈവേ, PWD, അങ്ങനെയുള്ള മുഴുവൻ വകുപ്പുകളുടെയും യോഗം വിളിച്ച് എല്ലാ വകുപ്പുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അന്ന് എന്തുകൊണ്ടാണ് റെയിൽവേയുടെ അവിടെയുള്ള ഓട ക്ലീൻ ചെയ്യാൻ വേണ്ടി സാധിച്ചത്? ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി അവിടെ ഏകോപനം ഉണ്ടായി, ഗവൺമെന്റ് ഇടപെടലുണ്ടായി, ചീഫ് സെക്രട്ടറിയുടെ ഇടപെടലുണ്ടായി, കോർപ്പറേഷന്റെ അവിടെ എല്ലാം കൃത്യമായി ഇടപെട്ടു. കോർപ്പറേഷൻ അടക്കം എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ടാണ് അന്നത്തെ ആ നീക്കം നടത്തിയിട്ടുള്ളത്. അന്ന് അവിടെ ടൺ കണക്കിന് മാലിന്യം എങ്ങനെയാണ് നീക്കം ചെയ്യാൻ സാധിച്ചത്? ഇപ്പോൾ റെയിൽവേ അനുവദിക്കുന്നില്ല, റെയിൽവേ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് കൈ കഴുകിയിട്ട് പോകാൻ കഴിയുമോ? അങ്ങനെ റെയിൽവേ സഹകരിപ്പിച്ച് കാര്യങ്ങൾ നടത്തിയിട്ടുള്ള പാരമ്പര്യം നമുക്കുണ്ട്, ആ ചരിത്രമുണ്ട്. അത് പരിശോധിക്ക്. എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ അനന്ത മുടങ്ങിയത്? ഓപ്പറേഷൻ അനന്ത മുടങ്ങിയത് ഇവിടെയുള്ള ഇത്തരം ഓടകളിലേക്ക്, ഇത്തരം തോടുകൾ കയ്യേറിയിരിക്കുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ നമുക്കറിയാമല്ലോ, ദുരന്ത നിവാരണ നിയമം അനുസരിച്ചുകൊണ്ട് ഈ കോർപ്പറേഷന്റെ ഏതെങ്കിലും വാഹനം മാലിന്യം കൊണ്ട് തട്ടിയാൽ ആ വാഹനം പിടിച്ചെടുക്കാനുള്ള അധികാരമുണ്ട്. ആ വാഹനം പിടിച്ചെടുത്ത് ഭീമമായ തുക പിഴ ഈടാക്കാനുള്ള അധികാരമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമം പ്രസിദ്ധീകരിച്ചത് കിള്ളിയാറിലേക്ക് ടൺ കണക്കിന് ഒരു വലിയ വാഹനത്തിന്റെ, കോർപ്പറേഷന്റെ സ്റ്റിക്കർ ഒട്ടിച്ച കോർപ്പറേഷന്റെ വാഹനത്തിൽ കൊണ്ടുവന്ന് മാലിന്യം തട്ടുകയാണ് ഇവിടെയുള്ള ഒരു ജലസ്രോതസ്സിലേക്ക്. അപ്പോൾ ഇവിടെയുള്ള ജലസ്രോതസ്സുകൾ അല്ലെങ്കിൽ നദികൾ, ഇവിടെയുള്ള തോടുകൾ, ഇതെല്ലാം മലിനമാക്കുന്നതിൽ ഈ നഗരസഭ ഭരിക്കുന്ന ഈ നഗരസഭയ്ക്ക് കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ നടപടിയെടുക്കുമെന്ന് പറയുന്ന ആളുകൾ അവർ കോർപ്പറേഷന്റെ വാഹനത്തിൽ കൊണ്ടുവന്ന് മാലിന്യം തട്ടിയപ്പോൾ അതിന്റെ വിഷ്വൽ അടക്കം പുറത്തു വന്നപ്പോൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഗവൺമെന്റും അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള അധികാരമുള്ള ചുമതലയുള്ള ആളുകൾ അവർ തന്നെ ഇവിടെ മാലിന്യം ഉണ്ടാക്കുകയും തോടുകളിലേക്കും മറ്റ് ജലസ്രോതസ്സുകളിലേക്കും ഈ മാലിന്യം കൊണ്ടുപോയി നിക്ഷേപിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുകയാണ്. ഇതാണ് ഏറ്റവും ദുരന്തകരമായ ഒരു അവസ്ഥ. ഇവിടെ കൃത്യമായ വികേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതി ഉണ്ടോ? ഇപ്പൊ ഗവൺമെന്റ് പറയുന്നു ഞങ്ങൾ 200 ദിവസത്തല്ല 280 ദിവസം കൊണ്ട് ഈ സംസ്ഥാനത്തെ മുഴുവൻ മാലിന്യങ്ങളും നീക്കം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഏകദേശം 15,000-ഓളം ടൺ മാലിന്യം നീക്കം ചെയ്യും. അത്രയും മാലിന്യം നീക്കം ചെയ്യുന്നുണ്ടോ? ഇവിടെയുള്ള വേസ്റ്റ് മുഴുവൻ ഞങ്ങൾ മാറ്റും. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രകടന പത്രികയിൽ പ്രഖ്യാപിക്കുകയോ പ്രഖ്യാപനങ്ങൾ നടത്തുകയോ, മന്ത്രിയുടെ പ്രഖ്യാപനം, മേയറുടെ പ്രഖ്യാപനം, ഇതെല്ലാം കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെ വന്ന് മേയർ മുതലക്കണ്ണീർ ഒഴുക്കിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. ആദ്യം തന്നെ കുറിച്ച് പറയുകയാണ്. 2022 PK ബഷീർ MLA ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയായി തദ്ദേശ മന്ത്രി കൊടുക്കുന്ന മറുപടി ഈ ആമയഴഞ്ചാൻ തോടിനെ കുറിച്ച് മാത്രം, ഡീസിൽറ്റിംഗ് ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ആമയഴഞ്ചാൻ തോട് ഫ്രം കണ്ണമ്മൂല ടു ആക്കുളം എന്ന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നു. സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി 27/2020 സർക്കാർ ഉത്തരവ് പ്രകാരം 25 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. ഈ പദ്ധതിക്ക് ചുവടെ പറയുന്ന പ്രധാന പ്രവർത്തികൾ എന്ന് പറഞ്ഞ് ഒരുപാട് പദ്ധതികളുടെ പേര് പറയുന്നുണ്ട്. പക്ഷേ ആ പദ്ധതി പൂർത്തിയായില്ല, ഫണ്ടില്ല എന്നാണ് മന്ത്രി തന്നെ കൊടുക്കുന്ന മറുപടി. ഒന്ന്, സർക്കാരിൽ നിന്ന് ആ ഫണ്ട് ലഭിക്കുന്നില്ല എന്നുള്ളത് ശരി. ഇവിടെ സർക്കാരും കോർപ്പറേഷൻ ചേർന്ന് അവിടെ ഒരു ശാശ്വതമായ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി ആവിഷ്കരിക്കണം. നിങ്ങൾ വികേന്ദ്രീകൃതമായ കേന്ദ്രീകൃതമായ എങ്ങനെ ആവിഷ്കരിച്ചാലും അവിടെ ഫുൾ പ്രൂഫായിട്ടുള്ള ഒരു മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി വേണം. അതില്ല എന്നതിൻ്റെ തെളിവ് ഈ ആമയഴഞ്ചാനിൽ തന്നെ നമ്മൾ വിഷ്വലിൽ കാണുകയാണ്. ആ കാഴ്ച മറയ്ക്കാൻ കഴിയില്ല, അതിനെ ആർക്കും ന്യായീകരിക്കാൻ കഴിയില്ല. മാലിന്യം കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നുണ്ട് അവിടെ എന്നുള്ളത് വ്യക്തമാണ്, സത്യമാണ്.
ഇതിനും പരിഹാരം വേണം. ഇത്രേ പറയുന്നുള്ളൂ. ആര് ചെയ്താൽ തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല. ആ കാര്യത്തിനകത്ത് നഗരസഭയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും നഗരസഭ തയ്യാറല്ല. ഞാൻ തുടക്കത്തിലേ സൂചിപ്പിച്ചത് ഈ പറയുന്ന നഗരസഭ ഒന്നും ചെയ്യുന്നില്ല, നഗരസഭ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്നു എന്ന് പറയുകയും അത് ഈ ഒരു ദുരന്തമുണ്ടായതിനെ റെയിൽവേയുടെ ഭാഗത്തുണ്ടായിട്ട് പോലും രാഷ്ട്രീയമായി നഗരസഭയ്ക്കെതിരായി ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ പറയുന്ന ആമയിഴഞ്ചാൻ തോടിൽ ഇപ്പോൾ നമ്മൾ തുടങ്ങി വെച്ച വർക്ക് എന്ന് പറഞ്ഞാൽ വയലിക്കടയിൽ നിന്ന് നമ്മുടെ വയലിക്കടയിൽ നിന്ന് ആരംഭിച്ച് മരപ്പാലം വഴി പട്ടം വഴി ഉള്ളൂർ കണ്ണമൂല വഴി പോകുന്ന ഭാഗത്തേക്കുള്ള മുഴുവൻ വർക്കുകളും ഡെൽറ്റയും പൂർത്തിയായി കഴിഞ്ഞു. അതിന്റെ സൈഡ് വാളുകൾ ഉണ്ടായിരുന്ന സൈഡ് വാളെല്ലാം കൺസ്ട്രക്ഷൻ നടത്തി, ആ സൈഡ് വാളുകൾ ബലപ്പെടുത്തി. ഇപ്പോൾ കണ്ണമൂലയിലും മെഡിക്കൽ കോളേജിലും പട്ടത്തും കഴിഞ്ഞ മഴയിൽ ഒറ്റ മഴയിൽ തന്നെ വെള്ളം കയറിയ സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ ഇത്രയും മഴ പെയ്തിട്ടും അവിടെ വെള്ളം പൊങ്ങാത്ത സ്ഥിതിയുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് പറയുന്നതിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ തന്നെയുള്ള ഈ മാലിന്യത്തെ സംബന്ധിച്ച് ഡംപ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് ഒരു മാസം നമ്മൾ ഇത്തരത്തിൽ ഡംപ് ചെയ്യുന്ന ആളുകളെയൊക്കെ പിടിക്കുന്നതിന് അവർക്ക് ഫൈൻ ചെയ്യുന്നതിൽ ഒരു മാസം ആവറേജ് 10 ലക്ഷത്തിലധികം രൂപ നഗരസഭ ഫൈൻ ഇനത്തിൽ പിടിക്കണം. നമ്മൾ എൻഫോഴ്സ്മെന്റ് നമുക്ക് ചെയ്യുന്നതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഭീമമായിട്ടുള്ള ഫൈൻ ഈടാക്കുക എന്നുള്ളതാണ്. അതിന് ഉള്ള നടപടി സ്വീകരിക്കുന്നുണ്ട്. പിന്നെ വീടുകളിൽ നിന്ന് 1151 ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിലെത്തി അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അത് MCFും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് അറിയുകയും അത് നമ്മൾ ഇവിടുന്ന് ആ മാലിന്യം നമ്മൾ സംസ്കരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഈ പറയുന്നതെല്ലാം നമ്മൾ തുമ്പൂർമൊഴി പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നത്. തുമ്പൂർമൊഴി നമ്മുടെ മുന്നിൽ ആ സമയത്ത് വിളപ്പിൽശാല പ്ലാന്റ് ഇല്ലാതായ സമയത്ത് നമ്മുടെ മുന്നിൽ വന്ന അന്ന് മേയറായിരുന്ന VK പ്രശാന്ത് MLA യും അതുപോലെ തന്നെ അതിന് മുമ്പുണ്ടായിരുന്ന ശ്രീമതി K ചന്ദ്രികയും ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് ആ വികേന്ദ്രികമായിട്ടുള്ള മാലിന്യ സംസ്കരണത്തിനുള്ള സാധ്യത തേടുകയായിരുന്നു. അങ്ങനെ തുമ്പൂർമൊഴി മോഡലിലേക്ക് വന്നു. ആ നിലയിൽ കുറെ സംസ്കരണം നടത്താൻ വേണ്ടി കഴിഞ്ഞു. ഇപ്പോൾ അത് ഏകദേശം 22.4 ടൺ മാലിന്യം നമുക്ക് അത് ഉപയോഗിച്ച് നമുക്ക് സംസ്കരിക്കാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരിയില സംഭരണി പ്രത്യേകമായി നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ കരിയില കത്തിച്ചുണ്ടാകുന്ന പൊല്യൂഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ കിച്ചൺ ബിൻ കൊണ്ടുവന്നു. കിച്ചൺ ബിൻ നല്ല നിലയിൽ കൊണ്ടുവന്ന് ആ പ്രവർത്തനം വ്യാപിപ്പിച്ച് ആളുകളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. അത് ജനങ്ങൾ നല്ല നിലയിലെടുത്തു. ആദ്യം മാറിയുന്ന ജനങ്ങൾ പിന്നീട് ഇത് മനസ്സിലാക്കി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം അന്ന് നമ്മൾ കൊടുത്ത കിച്ചൺ ബിൻ വെച്ചു. അതിനുശേഷം ആ കിച്ചൺ ബിന്നകത്ത് അതായത് അതിനകത്ത് നമ്മൾ അതിനു മുമ്പ് പൈപ്പ് കമ്പോസ്റ്റ് വെച്ചു. അതിനകത്ത് എയർ സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ട് പുഴുക്കളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കെമിക്കൽ ഉപയോഗിക്കേണ്ടി വരും. വീടുകളിൽ അത് സാധ്യമല്ല. അതുകൊണ്ട് പൈപ്പ് കമ്പോസ്റ്റ് നമുക്ക് എല്ലാ വീടുകളിലും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ ബദൽ മാർഗം കിച്ചൺ ബിന്നിലേക്ക് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞത് ഇവിടെ ബഹുമാനപ്പെട്ട അവതാരകൻ പറഞ്ഞ കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ആ ഉത്തരവാദിത്തം കൃത്യമായി നഗരസഭയ്ക്കുണ്ട്. അത് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ ഷാജി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇവിടെ വരുന്ന ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഉൾപ്പെടെ വരുന്ന ആളുകൾ അവരെ പല സ്ഥലത്തു നിന്ന് തന്നെ മനഃപൂർവ്വം ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇവിടെ പല സ്ഥലങ്ങളിലേക്ക് ഡംപ് ചെയ്ത് പോകുന്ന സാഹചര്യവുമുണ്ട്. അത്തരം കേസുകൾ നഗരസഭയുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം കൃത്യമായിട്ടുള്ള മോണിറ്റർ നമ്മളിത് എൻഫോഴ്സ്മെന്റ് ചെയ്ത് അവരെ പണിഷ് ചെയ്യുക എന്നുള്ളത് മാത്രം ഒരു പരിഹാരമല്ല. കാരണം പ്രതിമാസം 10 ലക്ഷം രൂപ പോലും നഗരസഭ ഈ ഇനത്തിൽ നഗരസഭയ്ക്ക് കിട്ടുകയാണ്. ഇപ്പൊ ഈ മാസത്തെ കണക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 14 ലക്ഷം രൂപയാണ് നമ്മൾ ഫൈൻ ഇനത്തിൽ ഈടാക്കിയത്. പക്ഷേ വലിച്ചെറിയുന്ന വേസ്റ്റിനകത്ത് കുറവില്ല. അപ്പൊ അതിന് നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട്. അവയെ ഗൈഡ് ചെയ്യേണ്ടതിനും അതിന് സമഗ്രമായ പദ്ധതികൾ ഒരുക്കേണ്ടതിനും അതിനെ കോർഡിനേറ്റ് ചെയ്യേണ്ടതിനുള്ള ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ വകുപ്പിനുണ്ട്, സർക്കാരിനുണ്ട് എന്നുള്ള കാര്യവും മറക്കരുത്. കാരണം നഗരങ്ങൾ ഒരു മാലിന്യ സ്ഫോടനത്തിന്റെ വക്കിലാണ്. ബ്രഹ്മപുരത്ത് നാം കണ്ടു, ഇപ്പോൾ ആമയിഴഞ്ചാൻ തോടിലും കണ്ടു, ഇനി മറ്റെവിടെയും അത് സംഭവിക്കാം. വളരെ നന്ദി ശ്രീ ഷാജി, ശ്രീ രാജേഷ്, ശ്രീ അംശു ആമദേവ്.